പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ മധ്യത്തിൽ കർത്താവിൻ്റെ സാക്ഷിയായി നിൽപ്പാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇവിടെയായിരിക്കുന്ന എല്ലാ മക്കൾക്കും വിശേഷിച്ച് ഈ സഭയ്ക്ക് ശക്തമായ നേതൃത്വം നൽകുന്ന പ്രിയ എബി പാസ്റ്റർ കുടുംബം, സാം പാസ്റ്റർ, ഷമുവേൽ പാസ്റ്റർ, മറ്റ് കർത്തൃദാസന്മാർ, എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രത്യേക വന്ദനം ചൊല്ലുന്നു. നിത്യതയിൽ വിശ്രമിക്കുന്ന പ്രിയ റിജി പാസ്റ്ററുടെ എബി പാസ്റ്ററൊക്കെ ദർശനപ്രകാരം ആരംഭിച്ച ഈ പ്രവർത്തനത്തെ കർത്താവ് ഇത്രത്തോളം കൊണ്ടുവന്നല്ലോ. പ്രിയ റിജി പാസ്റ്ററുടെ കുടുംബം, മക്കൾ ഇവരെയൊക്കെ കർത്താവ് ബലപ്പെടുത്തിട്ട് ശക്തീകരിക്കട്ടെ. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രത്യേക വന്ദനം ചൊല്ലുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പോൾ മഹാദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. പ്രാർത്ഥനയോട്, ഉപവാസത്തോട് കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുന്ന നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിൻ്റെ മഹത്വം കൊടുക്കട്ടെ. പ്രാർത്ഥനയുടെ രണ്ടാമത്തെ പകൽ ഈ ആരംഭ സമയത്ത് തന്നെ ഈ രാവിലെ പരിശുദ്ധാത്മാവ് എൻ്റെ കാതുകളിൽ കേൾപ്പിക്കുന്ന ദൈവശബ്ദം, അനുകൂലമായ തീരുമാനങ്ങൾ ഈ പ്രാർത്ഥനയിൽ ദൈവം നമുക്ക് ഉളവാക്കിത്തരും. അനുകൂലമായ ചില തീരുമാനങ്ങൾ, അനുകൂലമായ ചില നടപടികൾ, അനുകൂലമായ ചില അനുഭവങ്ങൾ ഈ പ്രാർത്ഥനയിൽ സംഭവിക്കുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആരംഭത്തിൽ തന്നെ ആലോചന പറഞ്ഞു തുടങ്ങുകയാണ്. നാളുകളായി പ്രാർത്ഥിച്ച ചില വിഷയത്തിന് അനുകൂലമായ തീരുമാനങ്ങൾ വരുന്നു എന്ന്, അനുകൂലമായ തീരുമാനങ്ങൾ വരുന്നു എന്ന്, നീറിപ്പുകയുന്ന ചില വിഷയത്തിന് അനുകൂലമായ തീരുമാനം ഉയരത്തിൽ നിന്ന് വരുന്നു എന്ന്, സർവശക്തനായ ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന് വിശ്വസിക്കുന്ന, ആശിക്കുന്ന വിഷയത്തിൻ്റെ മേൽ അനുകൂലമായ തീരുമാനങ്ങൾ വരുന്നു, വരുന്നു, വരുന്നു. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാരാ? ഈ പകൽക്കാലം പ്രതികരിച്ചു കൊള്ളുക, ദൈവത്തിന് മഹത്വം കൊടുത്തു കൊള്ളുക. അനുകൂലമായ ചില തീരുമാനങ്ങൾ ഈ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ പകൽ തന്നെ ആരംഭിച്ചിരിക്കുന്നു. ഇതാരംഭിച്ച ദിനത്തിൽ തന്നെ സംഭവിച്ചിരിക്കുന്നു. ഉടവൽക്കമന ഘടകസി വൈശ്വമനാരകൽക്കമന വർദ്ധോക്കായുടെ ബന്ധനങ്ങളെ അഴിച്ചു മാറ്റി, യഹൂദ ജനത്തിന്റെ ബന്ധനങ്ങളെ അഴിച്ചു മാറ്റി, സ്വസ്ഥതയുടെ തലങ്ങൾ വെളിപ്പെടുത്തിയ യഹോവയുടെ തീരുമാനങ്ങൾ അവരുടെ ജീവിതത്തിൽ നടപ്പിലായതുപോലെ സ്വർഗം പറയുന്നു, അല്ലെങ്കിൽ അനുകൂലമായ തീരുമാനം കൊണ്ട് മാത്രമല്ല എൻ്റെ ജനത്തെ വിടുന്നത്, എടുത്ത തീരുമാനം നടപ്പിലാക്കും, എടുത്ത തീരുമാനം നടപ്പിലാക്കും, എടുത്ത തീരുമാനം നടപ്പിലാക്കും. മൂന്നാമത് പറയുന്നു, നടപ്പിലാക്കുക മാത്രമല്ല, ഞാനത് അനുഭവിപ്പിക്കും, അനുഭവിപ്പിക്കും. അങ്ങനാണെങ്കിൽ വിശ്വസിച്ച് പറ, എനിക്ക് അനുകൂല തീരുമാനം വരുന്നു, എനിക്ക് ചില നടപടികൾ വരുന്നു, എനിക്ക് ചില അനുഭവിപ്പാൻ ദൈവം എൻ്റെ മേൽ പ്രവർത്തിക്കുന്ന പ്രാർത്ഥനയാണിത്. വിശ്വസിക്കുന്നവർക്ക് അത് സംഭവിക്കട്ടെ, വിശ്വസിക്കുന്നവർക്ക് അത് സംഭവിക്കട്ടെ, ഈ സഭയ്ക്ക് അത് സംഭവിക്കട്ടെ, ഈ പട്ടണത്തിൽ ഈ സഭയ്ക്ക് ചില അനുകൂലമായ തീരുമാനങ്ങൾ, ചില അനുകൂലമായ നടപടികൾ, ചില അനുകൂലമായ അനുഭവങ്ങൾ കൊണ്ട് ഹല്ലേലൂയ ഈ സഭ മുന്നോട്ട് യാത്ര ചെയ്യട്ടെ. ശബരബാല ഹദനഘടക പ്രൗഢ. അതുകൊണ്ട് ഉറപ്പോട് വിശ്വസിക്കുക,
പ്രാർത്ഥനയുടെ ആരംഭ ദിനത്തിൽ തന്നെ സ്തോത്രം, അനുകൂലമായ തീരുമാനങ്ങൾ വരും, അനുകൂലമായ നടപടികൾ വരും, അനുകൂലമായത് ചിലത് അനുഭവിക്കും. ആ പദത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയാതെ വീണ്ടും സ്വർഗം പിടിച്ചു നിർത്തുകയാണ്. ചില തീരുമാനങ്ങൾ വരും. ഇതുവരെ തീരുമാനമാകാത്ത ചില വിഷയത്തിന് തീരുമാനമാകും. ഇതുവരെ നടപടിയാകാത്ത വിഷയത്തിന് ഇന്ന് നടപടിയാകൂ. ഇതുവരെ അനുഭവിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞത് ചിലത് അനുഭവത്തിലാക്കോ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഇതുവരെ തീരുമാനമാകാത്തത് 2024 പ്രാർത്ഥിച്ചത്, 2025 പ്രാർത്ഥിച്ചത്, ഇതുവരെ തീരുമാനമാകാത്തത് 2026 ജൂലൈ മാസത്തിൽ ഹല്ലേലൂയ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില അനുകൂല തീരുമാനങ്ങൾ, ചില അനുകൂല നടപടികൾ, ചില അനുകൂലമായ ചില സംഭവങ്ങൾ ശന്തൽ കമല 2026 ഏതാം മാസത്തിൽ അത് സംഭവിക്കട്ടെ. Maratamada, Dagada, Dagadal, Gamada, Dagada, Ubara, Shabada, Dagada, Udabala, Hadala, Dagadal, Gamala, Gadagasi, Tirumana Meditutu, a Tirumanam Nadapilakada, Tirumana Meditutu, a Tirumana Nadapilotu, Vadavana, Block Kujada, Tilutinda Yabarangal, Essumanadamate, Ipo, Essumanadamate, Away, Vetti Machugaya. Yes, Rababa, Shabaraba, Rikarabala, Handal Gamana, Habaraba, Shandal Gamana, 2025 തന്നെ ചില തീരുമാനങ്ങൾ നടപ്പിലായത്, തീരുമാനം എടുത്തത്, പക്ഷെ അത് നടപ്പിലാക്കാതെ അതിനെതിരെ നിൽക്കുന്ന ചില തടസ്സങ്ങള് ഈ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ പകൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത് തകർന്നു മാറട്ടെ. സ്തോത്രം. തീരുമാനം വരും, നടപ്പിലാകും, അനുഭവിക്കും. വാ തുറന്ന് പറ, എനിക്ക് അനുകൂലമായ തീരുമാനം വരുമെന്ന് പറ, എനിക്ക് അനുകൂലമായ നടപടി വരുമെന്ന് പറ, എനിക്ക് അനുകൂലമായത് ഞാൻ അനുഭവിക്കുമെന്ന് പറ, എന്റെ തലമുറയെ അനുഭവിക്കുമെന്ന് പറ, എന്റെ കൂടാരത്തിൽ അത് കാണുമെന്ന് പറ, എന്റെ സഭയ്ക്കകത്ത് അത് കാണുമെന്ന് പറ, ഈ പട്ടണത്തിൽ ഈ സഭ അത് കാണുമെന്ന് പറ. ഹല്ലേലൂയ. വളരെ പ്രതീക്ഷയോട് കർത്തൃപാദപീഠത്തിലായിരിക്കുമ്പോൾ ഒരു വചനഭാഗം ചിന്തയ്ക്കായിട്ട് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നു. യെശയ്യാ പ്രവചനം 52-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വചനഭാഗം. യെശയ്യാ പ്രവചനം 52:1. സീയോനെ ഉണരുക, നിന്റെ ബലം ധരിച്ചുകൊള്ളുക. വിശുദ്ധ നഗരമായ യെരൂശലേമേ, നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളുക. ഇനി മേലാൽ അഗ്രചർമ്മിയും അശുദ്ധനും നിന്നിലേക്ക് വരികയില്ല. മതി. ഒരു വാക്യം കൂടെ, പൊടി കുടഞ്ഞു കളക. പൊടി കുടഞ്ഞു കളക. മതി. കണ്ണുകളടച്ച്, ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ പൂർണ്ണമായി താണ് അടുത്തു വരുന്നു. പ്രാർത്ഥനയോടെ ഉപവാസത്തോട് കർത്താവിൻ്റെ മുഖമന്വേഷിക്കുന്ന ഈ സഭയെ, ദൈവമക്കളെ, കർത്തൃദാസന്മാരെ, ദൈവം ഓർക്കുന്നതിനായി സ്തോത്രം. അവിടുത്തെ മാറ്റമില്ലാത്ത വചനം ഞങ്ങളുടെ മധ്യത്തിൽ ഇപ്പോൾ
അയച്ചിരിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ വചനത്തിലൂടെ കർത്താവിന് എന്താണോ ഞങ്ങളോട് സംസാരിപ്പാനുള്ളത് അത് കൃത്യമായി വ്യക്തമായി ഒന്നും മറച്ചു വെക്കാതെ കർത്താവ് ഞങ്ങൾക്ക് അരുളേണ്ടതിന് ഞങ്ങളെ സമർപ്പിക്കുന്നു. വചനത്തിനുള്ളിലെ ജീവനും ചൈതന്യവും ക്രമീകരണവും യഥാസ്ഥാനവും ശുദ്ധീകരണവും സൗഖ്യവും സ്വാതന്ത്ര്യവും സംഭവിക്കുന്നതിന് വിരോധമായി പൊങ്ങുന്ന സകല അന്ധകാര ഇരുട്ടിൻ്റെ ആധിപത്യങ്ങളെ സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ തകർത്തു കളഞ്ഞ് അവിടെ മേൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഏകാഗ്രതയോട് ഭക്തിയോട് അവിടുത്തെ സന്നിധിയിൽ ഇരുത്തണം. അടിയനെ ബലപ്പെടുത്തണം. വ്യക്തിപരമായി ജനത്തോട് എന്തെങ്കിലും അങ്ങക്ക് പറയാനുണ്ടെങ്കിൽ അത് കൃത്യമായി അവിടുന്ന് പറയണം. അപ്പാ, ഇന്ന് രാത്രി പകൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവിടുത്തെ ശബ്ദം മാത്രമല്ല, അവിടുന്ന് ഞങ്ങളെ ഒന്ന് തൊടണമേ, അവിടുന്ന് ഞങ്ങളെ ഒന്ന് സൗഖ്യമാക്കണമേ, അവിടുത്തെ ആശ്വാസം ഞങ്ങളുടെ മേൽ പകരണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. വായിച്ച വാക്യത്തിൽ നിന്നുകൊണ്ട് സിയോനേ ഉണരുക, ഉണരുക, നിന്റെ ബലം ധരിച്ചു കൊള്ളുക. വിശുദ്ധ നഗരമായ യെരൂശലേമേ, നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചു കൊള്ളുക. ഇനി മേലാൽ അഗ്രചർമ്മിയും അശുദ്ധനും നിന്നിലേക്ക് വരികയില്ല. പൊടി കുടഞ്ഞ് കളയുക. വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ധ്യാനിക്കാൻ പോകുകയാണ്. ഈ വചനം ധ്യാനിച്ചു വരുമ്പോൾ പൊടി കുടഞ്ഞു കളയുന്നത് പോലെ ചിലതിനെ നമ്മൾ ഒരുമിച്ചിന്ന് കുടഞ്ഞ് കളയും. നമുക്ക് വിരോധമായി നിൽക്കുന്ന ചില അഗ്രചർമ്മികളെയും ചില അശുദ്ധൻ്റെ വെല്ലുവിളികളെയും ഇന്ന് കുടഞ്ഞ് കളയണം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ചിലത് കുടഞ്ഞു കളയണം. കുടഞ്ഞു കളയാൻ ആ സ്വർഗം നമ്മെ വിളിച്ച് ഇരുത്തിയിരിക്കുന്നത്. കേവലം ഒരു പൊടി കുടയുന്നത് പോലെ, ഒരു ഷട്ടിൽ പറ്റിയിരിക്കുന്ന പൊടി എടുത്തൊന്ന് കുടയുന്നത് പോലെ നിസ്സാരമായ നിലയിൽ നമുക്കെതിരെ നിൽക്കുന്ന ചില വെല്ലുവിളികളെ കുടയാനുള്ള അഭിഷേകവും ദൈവശക്തിയും നമ്മുടെ മേൽ പകർന്നു തരാൻ സ്വർഗം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് കുടഞ്ഞു കളയും എന്നുള്ള ഉറപ്പോട് ധൈര്യത്തോട് ഓലിൽ കേൾക്കുന്ന വചനത്തിൻ്റെ മുമ്പിൽ പൂർണ്ണമായി സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചിലത് കൊടയാനുള്ള അത്യന്ത ശക്തി വെളിപ്പെട്ടു വരും. സ്തോത്രം. കുടയുന്നതിന് മുൻപ് നമ്മൾ വളരെ ശ്രദ്ധയോട് കേൾക്കേണ്ടതും ചെയ്യേണ്ടതുമായ ഒന്നാണ് ഉണരുക. സിയോനേ എന്ന് വിളിച്ചുകൊണ്ട് യെശയ്യാ പ്രവാചകൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ച പ്രവചന ശബ്ദം ഇന്ന് നമുക്ക് കൈമാറുകയാണ്. ഉണരുക, ഉണരുക. 2 പ്രാവശ്യം പറയുകയാണ്, ഉണരുക, ഉണരുക. സിയോൻ എന്ന വാക്ക് ബൈബിളിൽ നിരന്തരമായിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ദൈവമക്കളെയും ദൈവസഭയെയും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമൊക്കെ സിയോൻ എന്നുള്ള പദപ്രയോഗമുണ്ട്. ഞാൻ ആ വാക്കിലേക്ക് കൂടുതൽ ഇറങ്ങുന്നില്ല. സിയോൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെ സേവിക്കുന്ന ജനം, ദൈവ സാന്നിധ്യം അനുഭവിച്ച ജനം, ദൈവത്തിൻ്റെ ആലയമായ ദൈവമക്കൾ. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, ഉണരുക, ഉണരുക. എന്താ ഉണരുക എന്ന് പറഞ്ഞാൽ? ഉറക്കം വിട്ടെഴുന്നേൽക്കുക, ഉറക്കം വിട്ടെഴുന്നേൽക്കുക, നിദ്രയിൽ നിന്ന് എഴുന്നേൽക്കുക. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ബോധമുണ്ടാകുക. സ്വതന്ത്രം സജീവമായ ബോധത്തിൽ നിൽക്കുക. അല്ലേ? ഉറങ്ങുമ്പോൾ എന്തെങ്കിലും ബോധമുണ്ടോ? ഒരു ബോധവുമില്ല. അല്ലേ? ഉറങ്ങുമ്പോൾ ആർക്കെങ്കിലും ബോധമുണ്ടോ? ആർക്കും ഒരു ബോധവുമില്ല. ആരും ഒന്നും അറിയുന്നുമില്ല, ആരും ഒന്നും കാണുന്നുമില്ല, ഒന്നും കേൾക്കുന്നുമില്ല. സ്വതന്ത്രം ഉറങ്ങുന്ന ഒരു വ്യക്തിക്ക് ഒന്നും അനുഭവിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? ശരിയായ ഉറക്കമാണെങ്കിൽ
കേൾക്കാൻ പറ്റില്ല, കാണാൻ പറ്റില്ല, അനുഭവിക്കാൻ പറ്റില്ല. സ്വതന്ത്രം. പിന്നെ ആകെ പോകെ കിട്ടുന്ന ഒറ്റ കാര്യം, വല്ലപ്പോഴും ഒരു സ്വപ്നം കാണും, അല്ലേ? അത്രയല്ലേ ഉള്ളൂ. അതും വ്യക്തതയില്ല, കണ്ടത് എന്താണെന്ന് അറിയത്തില്ല, വ്യക്തതയില്ല. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അസ്വസ്ഥതയാണ്, പിന്നെ ഭാരമാണ്, പിന്നെ അതിന് വ്യക്തത ഉണ്ടാക്കാൻ പിന്നെ ഞങ്ങളോട്ടുള്ള പാസ്റ്റർമാരുടെ അടുത്ത് വരണം, അല്ലെ അടുത്ത ആളുടെ അടുത്തോട്ട് വരണം. അപ്പൊ ഉറങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒന്നും അനുഭവിക്കാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2, ഉറങ്ങുന്ന വ്യക്തിക്ക് ഒരപകടവും തിരിച്ചറിയാൻ പറ്റില്ല. ഉറങ്ങുന്ന വ്യക്തിക്ക് ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല. അപകടമുണ്ടോ നന്മയുണ്ടോ ഒന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം വ്യക്തമായി ഓർപ്പിക്കുകയാണ്, ഉറക്കത്തിൽ നിന്നുണരുക. എപ്പോഴാ ഉറങ്ങുന്നത്? എപ്പോഴാ നമ്മൾ ഉറങ്ങുന്നത്? ക്ഷീണം വരുമ്പോഴാ, ശരീരം ടയേർഡാകുമ്പോഴാ, പിന്നെ ഒരു കാര്യത്തിനും ഉത്സാഹമില്ലാതൊക്കെ വരുമ്പോഴാണ്. ബോറടിച്ചു, എന്നാ പിന്നെ എന്ത് ചെയ്യാം? എന്നാ പിന്നെ എന്ത് ചെയ്യാം? എവിടെയെങ്കിലും ചെന്നുകൂടി ഉറങ്ങിയേക്കാം. ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ഓർപ്പിക്കുകയാ, അക്ഷരാർത്ഥത്തിൽ 7, 8 മണിക്കൂർ, 9, 10 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഉറങ്ങിയേ പറ്റൂ. അത് ദൈവം ശരീരത്തിൽ വെച്ചിരിക്കുന്ന സിസ്റ്റം അങ്ങനെയാണ്. പക്ഷെ ഒരു കാര്യം വ്യക്തമായി ഓർപ്പിക്കുന്നു, ഒരു വിശ്വാസി, ഒരു ദൈവദാസൻ ജീവിതത്തിൽ ഒരിക്കലും ഉറങ്ങാൻ പാടില്ല. അർത്ഥാൽ ആത്മീകത്തിൽ ഒരിക്കലും ഉറങ്ങാൻ പാടില്ല. ആത്മീകത്തിൽ ഒരിക്കലും ഉറങ്ങാൻ പാടില്ല. ഉറങ്ങിയാൽ ഒന്നും അനുഭവിക്കാൻ പറ്റില്ല, ഒന്നും കേൾക്കാൻ പറ്റില്ല, ഒന്നും പ്രാപിക്കാൻ പറ്റില്ല. ഉറങ്ങിയാൽ അപകടമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ സഭയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവചന ശബ്ദമായി കൈമാറുകയാണ്. ചില ഇരുട്ടിന്റെ ശക്തികള് ഈ ദിനങ്ങളിൽ തോൽപ്പിക്കേണ്ടതില്ല. ചില ഇരുട്ടിന്റെ ശക്തികള് പൊടി കുടഞ്ഞു കളയുന്നത് പോലെ കുടഞ്ഞു കളയാൻ ഒരമിത ബലം നമ്മുടെ മേൽ പകരപ്പെടേണ്ടതിന് ഈ ദിനങ്ങളിൽ എന്റെ ജനം ഉണരട്ടെ, ഉണരട്ടെ, ഉണരട്ടെ. ക്ഷീണം തട്ടുമ്പോൾ, മനസ്സ് ക്ഷീണിക്കുമ്പോൾ നമ്മൾ ഉറങ്ങും. ഉറങ്ങിയാൽ അപകടമാ. അതും സുരക്ഷിത മേഖലകളിൽ കിടന്നുറങ്ങിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര അപകടമാ. അതുകൊണ്ടല്ലേ നമ്മൾ കെട്ടിയടച്ച് വീടിനകത്ത് കിടന്നുറങ്ങുന്നത്? എന്തുകൊണ്ടാ? ഉറക്കത്തിൻ്റെ അകത്ത് അപകടം വരാൻ സാധ്യതകൾ ഒത്തിരിയാ, അനർത്ഥങ്ങൾ വരാൻ സാധ്യതകളാ. എത്ര ലോക്കിട്ട് പൂട്ടിയാലും നമുക്ക് പേടിയാ കള്ളം കയറുമോ എന്ന്. കാരണം അത്രമാത്രം അപകടം ഉറക്കത്തിൻ്റെ അകത്തുണ്ട് കേട്ടോ. അങ്ങനാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ പ്രാർത്ഥനാ മധ്യത്തിൽ അർപ്പിക്കുകയാണ്, ഈ ദിനങ്ങളിൽ സഭ ഉണരട്ടെ, ഈ ദിനങ്ങളിൽ സഭ ഉണരട്ടെ. ഈ ദിനങ്ങളിൽ ഓരോ വിശ്വാസികളും ഉണർന്നു വരട്ടെ. വിശ്വാസം പുതുക്കട്ടെ, കൃപ പുതുക്കട്ടെ, അഭിഷേകം പുതുക്കട്ടെ, ദൈവ സാന്നിധ്യം പുതുക്കട്ടെ, ദൈവശക്തി പുതുക്കട്ടെ. ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വരിക. സ്തോത്രം. ഉറങ്ങിയാൽ അപകടമാ, ഉണർന്നാൽ അനുഭവിക്കാം. ഉണർന്നാൽ പലതും പ്രാപിക്കാം. ഉണർന്നാൽ പലതും അനുഭവിച്ച് യാത്ര ചെയ്യാം. ഈ വചനം ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വിശ്വാസം എങ്ങനെയാ നിൽക്കുന്നതെന്നൊന്ന് ശോധന ചെയ്തേ. കേവലം ഒരു ഉറക്കത്തിൻ്റെ മട്ടിലാണോ വിശ്വാസം പോകുന്നത്? അത് ദൈവകൃപ ഒരു ഉറക്കത്തിൻ്റെ മട്ടിലാണോ പോകുന്നത്? അങ്ങനാണെങ്കിൽ മടങ്ങി വരുവാൻ സഭയോട് പരിശുദ്ധാത്മാവ് ബുദ്ധി പറയുകയാണ്. സഭയോട് പരിശുദ്ധാത്മാവ് ബുദ്ധി പറയുന്നു, ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വരിക. സ്തോത്രം. ഹല്ലേലൂയ.
ഉണർന്നു വരുവാൻ ദൈവാത്മാവ് ഓർപ്പിക്കുകയാ. അതുകൊണ്ടാണ് യെശയ്യാപ്രവചനം 51:9 വാക്യം എങ്ങനെ ഓർപ്പിച്ചിരിക്കുന്നത്? 51:9 വാക്യത്തിൽ യഹോവയുടെ ഭുജമേ ഉണരുക, 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 ശക്തി ധരിച്ചുകൊള്ളുക. പൂർവകാലത്തും പണ്ടത്തെ തലമുറകളിൽ എന്നതുപോലെ ഉണരുക. സ്തോത്രം. ദൈവസഭയോട് പറയുന്നു, യഹോവയുടെ ഭുജമേ ഉണരുക, യഹോവയുടെ മക്കളെ ഉണരുക, പുതിയ സഭയെ ഉണരുക, എക്സോഡസ് ചർച്ചിൽ ഇരിക്കുന്ന ദൈവമക്കളെ ഉണരുക, ഉണരുക, ഉണരുക. ഉണർന്നാൽ ശക്തി ധരിക്കാം, ഉണർന്നാൽ ശക്തി ധരിക്കാം. ഈ ഉപവാസ പ്രാർത്ഥന വെറുതെ പാഴാകല്ലേ, വെറുതെ പാഴാക്കി കളയരുത്. സമയം ചെലവഴിച്ചത് പാഴാകരുത്. 21 ദിവസം തീരുന്നതിന് മുൻപ് ശക്തി ധരിച്ചിട്ടേ പോകാവൂ, ശക്തി ധരിച്ചിട്ടേ പോകാവൂ. ഉടരമനാരകൾ കമലഘടകസി ഈ വചന ഭാഗത്തിൽ ഓർപ്പിക്കുകയാണ്. 52 തന്നെ പറയുന്നത്, ഉണരുക, ഉണരുക. ഉണർന്നാൽ ബലം ധരിക്കാം, ഉണർന്നാൽ വിശേഷ വസ്ത്രം ധരിക്കാം, ഉണർന്നാൽ അഗ്രചർമ്മിയുടെയും അശുദ്ധന്റെയും അവകാശം നിന്റെ മേൽ വരത്തില്ല. ഉണർന്നാൽ പൊടി കുടയുന്നത് പോലെ ചിലതിനെ കുടഞ്ഞു കളയാം. സ്വത്രം. ഒറ്റ കാര്യം ചെയ്യാൻ തയ്യാറായാൽ മതി, നമ്മൾ ഉണരണം. ഈ തണുത്ത വിശ്വാസം കളയണം, മടുപ്പുകൾ മാറ്റണം, ഉദാസീനതകൾ മാറ്റണം, അലസതകൾ മാറ്റണം. കൂട്ടായ്മയിലേക്ക് മടങ്ങി വരിക, ആരാധനയിലേക്ക് മടങ്ങി വരിക, സഭായോഗങ്ങൾ ഉപേക്ഷയായി വിചാരിക്കാതെ അതിലേക്ക് മടങ്ങി വരിക, സഭയിലെ കൂട്ടായ്മകളിലേക്ക് മടങ്ങി വരിക. എല്ലാ കാര്യങ്ങളിലേക്ക് എൻ്റെ ജനം മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ ഇതാ ധരിക്കാൻ ബലം ഒരുക്കി വച്ചിരിക്കുന്നു, ധരിക്കാൻ വിശേഷ വസ്ത്രം ഒരുക്കി വച്ചിരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് 4 കൂട്ടം കാര്യങ്ങൾ തമ്പുരാൻ ചെയ്യാൻ ആഗ്രഹിക്കുക. 1, ബലം ധരിപ്പിക്കും. 2, വിശേഷ വസ്ത്രം, അലങ്കാര വസ്ത്രം ധരിപ്പിക്കും. 3, അഗ്രചർമ്മി, അശുദ്ധൻ, അതൊക്കെ ധ്യാനിക്കേണ്ടതാ. അവയുടെ അവകാശങ്ങൾ ഇനി നിന്റെ മേൽ വരത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. 4, കുടഞ്ഞു കളയാനുള്ള ശക്തി ജീവിതത്തിൽ വരും. ഇത് 4 ധ്യാനിക്കുന്നതിന് മുൻപ് സ്വർഗം വീണ്ടും പറയുന്നു, ഉണരുക, യഹോവയുടെ ഭുജമേ ഉണരുക, യഹോവയുടെ ഭുജമേ ഉണരുക. പൂർവകാലങ്ങളിലും അല്ല പൂർവ്വ തലമുറകളിലും എന്നതുപോലെ പണ്ടത്തേതുപോലെ ഒന്ന് ഉണരാൻ സ്വർഗം പറയുകയാണ്. പുറമോട്ടിറങ്ങി ചിന്തിച്ച് പഴയ തീഷ്ണത ഇന്നകത്ത് വ്യാപരിക്കുന്നുണ്ടോ? ചോദ്യം. പണ്ടത്തെ തീഷ്ണത അകത്തുണ്ടോ? മടങ്ങി വാ. സ്തോത്രം. പണ്ടത്തെ ആവേശം അകത്തുണ്ടോ? ഏതിനു വേണ്ടി? ദൈവത്തിന് വേണ്ടി നിൽക്കാനുള്ള ആവേശം, ദൈവത്തിന് വേണ്ടി ജീവിപ്പാനുള്ള ആവേശം, പണ്ടത്തെ ഉത്സാഹം ജീവിതത്തിലുണ്ടോ? ഉണ്ടോ എന്ന് ശോധന ചെയ്യുക. ഈ പകൽ ഉണരുക, ഈ പകൽ ഉണരുക, ഈ പ്രാർത്ഥനാ മധ്യത്തിൽ ഉണരുക. എനിക്ക് മുന്നോട്ട് പോകാൻ പയ്യാതവൻ ആ പദത്തിൽ പിടിച്ചു നിർത്തുകയാ. ഞാൻ വെറുതെ പറയുകയല്ല. ഈ ദിനങ്ങളിൽ ഉണരാൻ തയ്യാറാണെങ്കിൽ അസാധാരണമായ ദൈവപ്രവർത്തികൾ നിങ്ങളുടെ കൈകൊണ്ട് തന്നെ ജീവിതത്തിൽ അനുഭവിച്ച് ജീവിതത്തിൽ പുതിയ സാക്ഷ്യങ്ങളെ തന്ന് നിർത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഓരോരുത്തരെയും തൊട്ട് സ്വർഗത്തിലെ ദൈവം പ്രവചിച്ച ദൂത് കൈമാറുന്നു. ഉണരുക. ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ നമ്മളെങ്ങനെ ഉണർത്തുന്നത്? ആദ്യം എഴുന്നേക്കടാന്ന് പറയും. ചായ എഴുന്നേക്ക്, അമ്മാമ്മ എഴുന്നേക്ക്, മക്കളാണ് എടാ മോളെ എഴുന്നേക്ക് എന്നൊക്കെ പറയും. എഴുന്നേറ്റില്ലെങ്കിലോ അടുത്ത് ചെല്ലും അല്ലേ? അടുത്ത് ചെന്ന്
തൊട്ടും സ്തോത്രം ഉണരും. അങ്ങനെ ഉണർന്നില്ലെങ്കിൽ പിന്നെ പണ്ടത്തെ കാലത്ത് നമ്മുടെ അപ്പച്ചന്മാരമ്മമാരൊക്കെ പിള്ളേർക്ക് ദൈവം വാടി കൊണ്ടൊരെണ്ണം കൊടുക്കും, അല്ല വെള്ളം കൊണ്ടൊഴിക്കും, അല്ലേ? പല മെതേഡാ അല്ലേ? സ്വർഗത്തിലെ ആദ്യത്തെ മെതേഡാ ഇപ്പം വന്നേ. ഏതാ? ശബ്ദം. വടിയെടുത്തില്ല, വടിയെടുത്തില്ല. എന്താ? ഉണരുക, ഉണരുക. സ്തോത്രം. ഒരു ഭാഷയുടെ ശബ്ദം കൊണ്ട് കർത്താവ് പറയുക, ഉണരുക, ഉണരുക. ഉണർന്നിട്ടും ഉറക്കം നടിച്ച് കിടക്കരുത്, അപകടമാണ്. ശമനാഥകൽക്കമന. പഴയ ആത്മീയതയിലേക്ക് മടങ്ങി വരണം, പണ്ടത്തെ തീഷ്ണതയിലേക്ക് മടങ്ങി വരണം, മുമ്പിലത്തെ പ്രാർത്ഥനയിലേക്ക് മടങ്ങുവോ. മുമ്പിലത്തെ കാര്യം വിശ്വാസം എങ്ങനെയായിരുന്നു? ദൈവം നോക്കിക്കൊള്ളൂ. ഇപ്പോഴോ അല്ലേ? ഇപ്പൊ സംശയമല്ലേ? മടങ്ങി വാ. എവിടെയോ ക്ഷീണം തട്ടി ഉറങ്ങി, എവിടെയോ മടുപ്പുകൾ തട്ടി ഉറങ്ങി, എവിടെയോ വല്ലാത്ത പല സാഹചര്യങ്ങൾ വന്നു കയറി നമ്മെ ഉറക്കിക്കളഞ്ഞു. ഉറക്കിക്കളഞ്ഞത് എന്തുമാകട്ടെ, സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറയുന്നു, ഉണർന്നു വരോ, എന്റെ ജനം തയ്യാറാകട്ടെ. സ്തോത്രം. പണ്ടത്തെ വീട്ടിലൊക്കെ അമ്മച്ചിമാർ രാവിലെ കാപ്പി കൊണ്ടുവച്ചിട്ട് അപ്പച്ചന്മാരെ ഉണർത്തും, മക്കളെ ഉണർത്തും. ഇന്നങ്ങനെയുള്ള പതിവൊക്കെ കുറവാണ് പണ്ടത്തെ സിസ്റ്റം. സ്തോത്രം. ഉണർന്നാൽ എന്തു ചെയ്യുക? കാപ്പി കുടിക്കുക. ഉറങ്ങിക്കിടക്കുന്നതിന് വായിലോട്ടൊന്നും കാപ്പി പിടിച്ചു തരത്തില്ല. മനസ്സിലാക്കാനങ്ങ് പറഞ്ഞതാ. പിടികിട്ടിയോ? അല്ലേ? ആണല്ലോ. ഉണർന്നു വാ, എഴുന്നേക്കുന്നേ. സ്തോത്രം. കാലത്തിൻ്റെ പോക്ക് വെച്ച് നോക്കിയാൽ എല്ലാം അവസാനിക്കാൻ സമയമായി. സ്തോത്രം. ഹല്ലേലൂയ. ഹൈസിൻ്റെ ഇത്രയും സമയം ദൈവം നമ്മെ നടത്തിക്കൊണ്ട് വന്നപ്പോൾ ഉടവൽ കമനഘടകസി പരിശുദ്ധാത്മാവ് വീണ്ടും നമ്മുടെ അന്തരാത്മാവിനെ തൊട്ടുകൊണ്ട് സംസാരിക്കുകയാ. പണ്ടത്തെ കാലത്തെ പോലെ ഒന്നെൻ്റെ ജനം ഉണർന്നു വരട്ടെ. സ്തോത്രം. ഒന്ന് ഉണർന്നു വാ. പൂർവകാലത്തെ പോലെ, പണ്ടത്തെ പോലെ ഒന്ന് മടങ്ങി വാ, മടങ്ങി വാ. അത്ഭുതം നടക്കും, അത്ഭുതം നടക്കും. സ്തോത്രം. അത് 51:17 വീണ്ടും പറയുന്നത് എന്താണ്? 51:17 വീണ്ടും പറയുന്നത് എന്താണ്? യഹോവയുടെ കയ്യിൽ നിന്ന് അവന്റെ ക്രോധത്തിന്റെ പാനപാത്രം കുടിച്ചിട്ടുള്ള യെരൂശലേമേ, കുടിച്ചിട്ടുള്ള യെരൂശലേമേ, ഉണരുക, ഉണരുക, ഉണരുക. എഴുന്നേറ്റ് നിൽക്ക, എഴുന്നേറ്റ് നിൽക്കുക. നീ പരിഭ്രമത്തിന്റെ പാനപാത്രപുടം കുടിച്ച് വറ്റിച്ച് കളഞ്ഞിരിക്കുന്നു. മതി. സ്തോത്രം. അവിടെ പരിശുദ്ധാത്മാവ് ഒരു പ്രവചന ശബ്ദമായി കൈമാറുന്നത്, ക്രോധത്തിന്റെ പാനപാത്രം കുടിച്ച പരിഭ്രമത്തിന്റെ അനുഭവത്തിൽ കൂടെ നടന്ന കാലത്ത് രക്ഷിച്ച ഒരു ദൈവമില്ലേ? ഭയന്നുപോയ സ്ഥാനത്ത് നിന്ന് കയറ്റിയ ഒരു ദൈവമില്ലേ? ഒരത്ഭുതം നടന്നപ്പോൾ ജീവിതത്തിൽ ഉണർന്ന ഒരു കാലമില്ലേ? മറന്നോ? മറന്നോ? ക്രോധത്തിൻ്റെ, കോപത്തിൻ്റെ അനുഭവത്തിലൂടെ പോയപ്പോൾ, ദൈവത്തിൻ്റെ മുഖം വിരോധമായിരുന്നപ്പോൾ, തിക്ത അനുഭവത്തിൻ്റെ അകത്തൂടെ അല്ലെങ്കിൽ മുങ്ങിത്താണ് പോയ സ്ഥാനത്ത് രക്ഷപ്പെടുത്തിയപ്പോൾ അകത്ത് വ്യാപരിച്ച ഒരു ഉണർവില്ലേ? അകത്ത് വ്യാപരിച്ച ഒരു തീക്ഷ്ണതയില്ലേ? അകത്ത് വ്യാപരിച്ച ഒരു എഴുന്നേൽപ്പില്ലേ? ആ എഴുന്നേൽപ്പ് എവിടെ പോയി? ആ എഴുന്നേൽപ്പ് എവിടെ പോയി? അന്നത്തെ സാക്ഷ്യം എവിടെ പോയി? അന്നത്തെ അനുഭവം എവിടെ പോയി?
കാലങ്ങൾ മുന്നോട്ട് പോയി, സമയങ്ങൾ മുന്നോട്ട് പോയി. ഹല്ലേലൂയ. പലതും അനുഭവിച്ചു, പലതും ജീവിതത്തിൽ വന്നു കയറി, പലതും അനുഭവിച്ചു. സാഹചര്യങ്ങൾ മാറിപ്പോയപ്പോ ആ സാഹചര്യത്തിന്റെ സുഖത്തിന്റെ അകത്ത് മയങ്ങിക്കിടക്കുന്ന, ഉറങ്ങിക്കിടക്കുന്ന ദൈവസഭയോട്, ദൈവജനത്തോട് ആത്മാവ് പ്രവചിച്ച ദൂത് കൈമാറുന്നു. ഉണരുക, ഉണരുക, നീ എഴുന്നേറ്റു നിൽക്കുക. കഷ്ടതയുടെ മുഖമൊടിഞ്ഞ സമയത്ത് എന്തൊരു കയ്യടിയായിരുന്നല്ലേ? ആയിരുന്നോ? കഷ്ടതയുടെ മുഖമൊടിഞ്ഞ ദിനത്തിൽ എന്തൊരു ഉത്സാഹത്തോടെ ആലയത്തിലോട്ട് ഓടിയതല്ലേ? ആണോ? സ്തോത്രം. ആ തീഷ്ണതയും ഓട്ടവും ഒക്കെ ഇന്നുണ്ടോ? എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. സ്വർഗത്തിലെ ദൈവം പ്രവചിച്ചു ദൂത് കൈമാറുകയാ. എഴുന്നേൽക്ക. പുതിയ ബലം ഒരുക്കി വച്ചിരിക്കുന്നു. ഇതുവരെ അനുഭവിക്കാത്ത പുതിയ വസ്ത്രം ഒരുക്കി വച്ചിരിക്കുന്നു. ഇതുവരെ അനുഭവിക്കാത്ത പുതിയ അനുഭവങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്നു. അത് പ്രാപിപ്പാൻ എക്സോഡസ് സഭയെ ദൈവം വിളിക്കുന്നു. എക്സോഡസ് സഭയെ ദൈവം വിളിക്കുന്നു. സ്തോത്രം. ഇന്നത്തെ കഷ്ടതകളെ ഒടിക്കാൻ ദൈവത്തിന് ഒറ്റ സെക്കൻഡ് മതി. ഇന്നത്തെ ക്ലേശം ഒടിക്കാൻ ദൈവത്തിന് ഒറ്റ നിമിഷം മതി. പക്ഷേ ഒന്ന് ഉണരാൻ സ്വർഗത്തിലെ ദൈവം പ്രവചിച്ച് ദൂത് കൈമാറുന്നു. ഉപമനഹതനാറകൾ കമലഘടകസി യെശയ്യാ 51:17 നിന്നുകൊണ്ട് പ്രവചിച്ച് സ്വർഗത്തിലെ ദൈവം ദൂത് കൈമാറുകയാ. അവന്റെ കയ്യിൽ നിന്ന് ക്രോധത്തിന്റെ പാനപാത്രം കുടിച്ച യെരൂശലേമേ ഉണരുക. സ്തോത്രം. അവനെ അറിയാതെ പോയ കാലഘട്ടത്തിൽ, രോഗത്തിന്റെ വഴികളിലൂടെ പോയ കാലഘട്ടത്തിൽ, ഒരു കണ്ണിനും ദയ തോന്നാത്ത സ്ഥാനത്ത് എന്റെ മേലും നിങ്ങളുടെ മേലും അവന്റെ ദയ തേടി വന്ന്, അവന്റെ കരുണ തേടി വന്ന് ഇത്ര മഹാഭാഗ്യകരമായ ഈ സ്വർഗീയ അനുഭവങ്ങളെ നമ്മുടെ അകത്ത് കൊണ്ട് തന്ന് ഈ വ്യവസ്ഥയ്ക്കകത്ത് കയറ്റി ഇന്നയോളം ചുമന്ന് നടത്തിയ, ഇവിടം വരെ കൊണ്ടുവന്ന ഈ സർവശക്തനായ ദൈവം ഇന്ന് പകൽ നമ്മെ തട്ടി ഉണർത്തുന്നു. എന്റെ ജനം ഉണരട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഉറങ്ങിയത് മതിയെന്ന്, ഉറങ്ങിയത് മതിയെന്ന് നീ അങ്ങനെ ഉറങ്ങിക്കിടക്കേണ്ടവനൊന്നുമല്ല. നിന്നെ കൊണ്ട് പലത് ദൈവത്തിൽ ചെയ്യിപ്പാനുണ്ട്. അങ്ങനെയുള്ള വാഗ്ദാനമല്ലേ കർത്താവ് കയ്യിൽ തന്നിരിക്കുന്നത്? അങ്ങനെയുള്ള വാഗ്ദാനമല്ലേ ദൈവം തന്നിരിക്കുന്നത്? മറ്റാർക്കുമില്ലാത്ത വിശേഷ വാഗ്ദാനങ്ങൾ കാതുകളിൽ കേൾപ്പിച്ച ദൈവം പോസ്കല്ല പറയുന്നത്. അവനത് നടപ്പിലാക്കാൻ ശക്തനാണ്, അവനത് നടപ്പിലാക്കാൻ ശക്തനാണ്. പക്ഷേ ഇന്ന് പകൽക്കാലം എന്റെ ജനം ഉണരട്ടെ, എന്റെ ജനം ഉണർന്നു വരട്ടെ. ഉണരണം. എങ്ങനെ ഉണരണം? എങ്ങനെ ഉണരണം? സ്തോത്രം. ദബോര പാടിയ ഒരു പാട്ടുണ്ട്. എങ്ങനെ പാടിയത്? 5:12 നോക്കിക്കേ. ന്യായാധിപന്മാരുടെ പുസ്തകം, ന്യായാധിപന്മാരുടെ പുസ്തകം 5:12 വാക്യത്തിൽ ഒന്ന് നോക്കിക്കേ. 5:12 ഉണരുക, 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 ഉണർന്ന് പാട്ടുപാടുക, ഉണർന്ന് പാട്ടുപാടുക, എഴുന്നേൽക്ക, എഴുന്നേൽക്ക. അഭിനോവാത്മജ, നിന്റെ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടു പോക, നിന്റെ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടു പോക. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പം ദെബോര തൻ്റെ മനസ്സിനോട് പറയുക, ഉണരുക, ഉണരുക, ദെബോരേ ഉണരുക. സ്തോത്രം. ഹല്ലേലൂയ.
ഇന്ന് സ്വർഗത്തിലെ ദൈവം നമ്മോട് പറയുക, നമ്മെ തട്ടി ഉണർത്തിയപ്പോഴേ ഉണരണോ വേണോ എന്ന് തീരുമാനിക്കുന്നത് ആരാ? ഇപ്പോൾ വർഷം നമ്മൾ തന്നെയല്ലേ? അല്ലേ? പ്രൈസ് ദി ലോർഡ്. എന്നെ എൻ്റെ ഭാര്യ ഉണരണോ വേണോ, കണ്ണു തുറക്കണോ, കേൾക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്ന ആരാ? പറ. ഞാൻ തന്നെയാ. പിടികിട്ടിയോ? ദൈവത്തിൻ്റെ ദാസന്മാരിവിടെ നിന്ന് പ്രവചിച്ചു പോവും. സ്തോത്രം. പരിശുദ്ധാത്മാ പറയുന്നു, കേട്ട പ്രവചന ശബ്ദം നിവർത്തിപ്പാൻ ദൈവം ഇന്ന് ശക്തനാ. കേട്ട പ്രവചന ശബ്ദത്തിൽ ഒരു വരി പോലും തെറ്റാതെ നിവർത്തിച്ചു തരാൻ ദൈവം ഇന്ന് ശക്തനാ. ഇന്നും കൂടെ ഉണ്ടവൻ. പക്ഷെ ഉണരണം. ഇവിടെ പറയുക, ഉണരുക. ദെബോരേ, നീ ഒന്ന് ഉണർന്നിട്ട് എന്ത് ചെയ്യണം? പാട്ട് പാടുക. നീ ഉണർന്ന് പാട്ട് പാടണം. ഉണർന്ന് പാട്ട് പാടിയാൽ സ്തോത്രം, ഹല്ലേലൂയ, ബന്ധനങ്ങളെ ബന്ധിച്ചവരോട് തന്നെ പറയും, ബന്ധനങ്ങൾ വിട്ടു പൊക്കോ, നിന്റെ ബന്ധനം എടുത്തുകൊണ്ട് പൊക്കോ. 900 ഇരുമ്പു രഥങ്ങളുള്ള സീസരിയ ശക്തിയെ സ്തോത്രം, ഹല്ലേലൂയ, ഒരു കൂടാരത്തിൻ്റെ കുറ്റി കൊണ്ട് അടിച്ച് തകർത്ത് തൻ്റെ ജനത്തിന് വിടുതൽ കൊടുത്തപ്പോൾ ഇസ്രായേൽ മക്കൾ അത് കണ്ടിട്ട് ഉണരാതിരുന്നപ്പോൾ അതാ ഒരു സഹോദരി പറയുക, ആരും ഉണർന്നില്ലെങ്കിലും എൻ്റെ മനസ്സ് നീ ഒന്ന് ഉണർന്ന് പാട്ടുപാട്. 900 ആകട്ടെ, 9000 കോടിയാകട്ടെ, ഏത് തരത്തിലുള്ള ഇരുമ്പു രഥത്തിന്റെ ശക്തികൾ കൊണ്ട് നിന്നെ പൂട്ടിയാലോ, നിന്നെ ഒതുക്കിയാലോ, ആ ബന്ധനം അഴിപ്പോൾ ഒറ്റ സെക്കൻഡ് മതി. ദൈവത്തിന് ഒരു കൂടാരത്തിന്റെ കുറ്റി മതി. ആത്മാവ് പ്രവചിച്ചു തോന്നു കൈമാറുകയാ. 9000 അല്ല, 900 9 കോടിയിലധികം ശക്തികൾ കൊണ്ട് നിന്നെ ദണ്ഡിപ്പിച്ച് ഒതുക്കിയാലോ, ഒറ്റ കൂടാരത്തിന്റെ കുറ്റി കൊണ്ട നിന്റെ ബന്ധനങ്ങളെ തകർക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പക്ഷേ നീ ഉണരണ. ഉണരുന്നവരുടെ ശരീരത്തിൽ നിന്ന് ആ രോഗത്തിന്റെ ശക്തികൾ അഴിഞ്ഞു മാറട്ടെ. ഉണരുന്നവരുടെ ശരീരത്തിൽ നിന്ന് ആ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ഉണരുന്നവന്റെ മനസ്സിൽ നിന്ന് ആ നിരാശയുടെ കെട്ട് അഴിഞ്ഞു മാറട്ടെ. ഉണരുന്നവന്റെ ജീവിതത്തിൽ നിന്ന് ആ ഞെരുക്കത്തിന്റെ വ്യാപാരങ്ങൾ തകർന്നു മാറട്ടെ. ആരും ഉണർന്നില്ലെങ്കിൽ ഇന്ന് ഞാൻ ഉണരണം. സ്വതന്ത്രം. എൻ്റെ ഭാര്യ ഉണർന്നില്ലെങ്കിൽ ഞാൻ ഉണരണം. എൻ്റെ മക്കൾ ഉണർന്നില്ലെങ്കിൽ ഞാൻ ഉണരണം. എൻ്റെ അമ്മയപ്പന്മാർ ഉണർന്നില്ലെങ്കിൽ ഞാൻ ഉണരണം. തീരുമാനമെടുക്കാമോ? തീരുമാനമെടുത്തിട്ട് ഈ ആലയം വിട്ടു പോകാവൂ. അല്പം യോഗത്തിൽ വിളിച്ചു പറയുകയാണ്, ഹല്ലേലൂയ, ഉണരുക. എൻ്റെ മനമേ നീ ഒന്ന് ഉണര്, എൻ്റെ മനസ്സേ നീ ഒന്ന് ഉണര്. പാപത്തിന്റെ വഴിയിൽ നിന്ന് നന്മയുടെ വഴിയിലോട്ട് തിരിഞ്ഞു വാ. അശുദ്ധിയുടെ മാർഗത്തിൽ നിന്ന് നീതിയുടെ മാർഗത്തിലോട്ട് തിരിഞ്ഞു വാ. വിദ്വേഷത്തിന്റെയും നീരസത്തിന്റെയും പിണക്കത്തിലെ മാർഗത്തിൽ നിന്ന് സ്നേഹത്തിന്റെ മാർഗത്തിലോട്ട് മടങ്ങി വാ. ഈ ദിനങ്ങളിൽ ആത്മീയത്തിൽ ഉണർന്നു വരട്ടെ, വചന ധ്യാനത്തിൽ ഉണർന്നു വരട്ടെ, പ്രാർത്ഥനയിൽ ഉണർന്നു വരട്ടെ, ഉപവാസത്തിൽ ഉണർന്നു വരട്ടെ. സ്തോത്രം. ഉണരാമോ? ദെബോര പറയുക, ഉണര്. ദെബോര പറയാൻ കാരണം എന്താണെന്നറിയാമോ? ആ 5:13 വാക്യത്തിലുണ്ട്. ഒരു വാക്കുകൾ നോക്കിക്ക്. അന്ന് ശ്രേഷ്ഠന്മാരുടെ ശിഷ്ടവും പടജനവും ഇറങ്ങി വന്ന് വീരന്മാരുടെ മധ്യേ യഹോവ എനിക്കായി ഇറങ്ങി വന്നോ.
ഇന്നലകളിൽ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്നോ? വന്നു. വന്നോ? വന്നു. വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടെങ്കിൽ മിണ്ടാതിരിക്കരുത്. വന്നിട്ടുള്ളവരാണോ ഉറങ്ങിക്കിടക്കുന്നത്? ഇന്നലകളിൽ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ടോ? ഇറങ്ങി വന്നിട്ടുണ്ടോ? ഇറങ്ങി വന്നിട്ടുണ്ടോ? രക്ഷപ്പെടാൻ കഴിയാത്തതായ ഹല്ലേലൂയ അവസ്ഥയ്ക്കകത്ത് നിന്ന് രക്ഷപ്പെടുത്തിയ മാർഗം വല്ലതുമുണ്ടോ? യഹോവ ഇറങ്ങി വന്നിട്ടുണ്ടോ? ഇറങ്ങി വന്നിട്ടുണ്ടോ? മുഖത്ത് നോക്കി ബന്ധുക്കൾ പറഞ്ഞില്ലേ, മുഖത്ത് നോക്കി സ്നേഹിതർ പറഞ്ഞില്ലേ, നീയൊന്നും രക്ഷപ്പെടത്തില്ലെന്ന്. പക്ഷെ രക്ഷിച്ച ദൈവമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം വിളിച്ചു പറ, വീരനായി ഇറങ്ങി വന്ന ഒരു ദൈവം എനിക്കുണ്ട്. വിശ്വസിക്കുന്നവർക്ക് ഇന്ന് എൻ്റെ ദൈവം വീരനായി ഇറങ്ങി വരികയാണ്. വിശ്വസിക്കുന്നവർക്ക് എൻ്റെ ദൈവം വീരനായി ഇറങ്ങി വരികയാണ്. വിശ്വസിക്കുന്നവർക്ക്, ഉണർന്നിരിക്കുന്നവർക്ക് എൻ്റെ ദൈവം വീരനായി ഇറങ്ങി വരികയാണ്. ദെബോര പാടുകയാ, സ്തോത്രം. ദെബോര പാടുകയാ. ചെറിയ മക്കളോട് യുദ്ധത്തിന് സീസണിനോട് പോകാൻ പറഞ്ഞപ്പം പോയില്ല. പക്ഷെ ഒരു സ്ത്രീയുടെ കയ്യിൽ അവനെ ഏൽപ്പിക്കേണ്ടി വന്നത് അവൻ ഉറങ്ങിയതല്ലേ, ദൈവം പറഞ്ഞതല്ലേ പോകാൻ. പോയോ? സ്തോത്രം. ഉണര്. വീരനായി ഇറങ്ങി വന്നില്ലേ? ഇറങ്ങി വന്നില്ലേ? ഉണർന്നാൽ ഇനി എണ്ണി എണ്ണി പറയത്തക്കതുപോലെ എൻ്റെ ദൈവം വീരനായി ഇറങ്ങി എന്ന് പറയത്തക്കതുപോലെ പുതിയ അനുഭവം തരാൻ എൻ്റെ കർത്താവ് ശക്തനാണ്. എൻ്റെ കർത്താവ് ശക്തനാണ്. എൻ്റെ യേശു ശക്തനാണ്. ഞാൻ സ്നേഹിക്കുന്ന യേശു ശക്തനാണ്. ഉപഗമനാരകൽക്കമനകടകസി അവൻ വീരനായി നമുക്ക് വേണ്ടി ഇറങ്ങി വരികയാണ്. ശക്തന്മാരുടെ നടുവിൽ, ശക്തമായ ക്ലേശത്തിന്റെ നടുവിൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വീരനായി ഇറങ്ങി വരിക തന്നെ ചെയ്യോ. ഉണരണം, ഉണരണം. സ്തോത്രം. വചനം കേട്ട് ഉണരണം എന്ന് പറഞ്ഞ ആത്മീക തീഷ്ണതയിലോട്ട് മടങ്ങി വരണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. സ്തോത്രം. ഇന്ന് കയറിക്കൂടി കിടക്കുന്ന തീഷ്ണത ലോകത്തിൻ്റെ പലതുമാണ്. അതിനെയെല്ലാം വെട്ടിമാറ്റിയിട്ട്, അതിനെയെല്ലാം വെട്ടിമാറ്റിയിട്ട് ഈ 21 ദിവസം ഒന്ന് ശരിയായി ഉണരണം. ഇനി ആയുഷ്കുള്ള കാലം വഴി ഉറങ്ങാത്ത നിലകളിൽ ഉണരണം. സ്തോത്രം. അങ്ങനെ ഒരു ദൈവശബ്ദമാ സ്വർഗം നമുക്ക് കൈമാറുന്നത്. അല്ലെ, ഇനിയും ആയുസ്സുള്ള കാലം വരെ, ഈ ത്വക്കിൽ ശ്വാസമുള്ള കാലം വരെ ആത്മീകത്തിൽ ഉറങ്ങാത്ത, ആത്മീകത്തിൽ ഉറങ്ങാത്ത ഒരു ഉണർവിനായി, ഒരു ഉണർവന്റെ അകത്ത് വ്യാപരിക്കട്ടെ. ഒരു എഴുന്നേൽപ്പ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതിന് മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. രോഗം മാറണമെന്നോ ഭാവി നന്നാകണമെന്നൊക്കെ പ്രാർത്ഥിച്ചു. പക്ഷെ അതിനേക്കാൾ ഉപരിയായി കർത്താവിനോട് പറഞ്ഞ, കർത്താവേ, ഇനി ഒരിക്കലും ആത്മീയത്തിൽ ഉറങ്ങാത്ത നിലയിൽ ഓരോ ദിനം കഴിയും തോറും എൻ്റെ ആത്മീയ തീഷ്ണത വർദ്ധിക്കുകയല്ലാതെ കുറയാൻ പാടില്ല. അങ്ങനെയൊന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാമോ? അങ്ങനെയൊന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാമോ? അങ്ങനെയൊന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാമെങ്കിൽ ഈ പ്രാർത്ഥന തീരുന്നതിന് മുൻപ് നിനക്ക് വേണ്ടി ചില കാര്യങ്ങൾ നടപ്പിലാക്കി തരും, ചില തീരുമാനങ്ങൾ നടപ്പിലാക്കി തരും. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ ചില കരുതലുകൾ സ്വർഗം വെളിപ്പെടുത്തും. കുഞ്ഞെ, നിന്റെ ഭാവിക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഏറ്റവും ശ്രേഷ്ഠമായതും ഏറ്റവും നല്ലതൊന്ന് കരുതുമെന്ന് സ്വർഗത്തിലെ ദൈവം പ്രവചിച്ചു ദൂത് കൈമാറുകയാണ്. സ്വർഗത്തിലെ ദൈവം പ്രവചിച്ചു ദൂത് കൈമാറുകയാണ്. രേഖകൾ വിരോധമായിരിക്കുമ്പോഴും, സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കുമ്പോഴും, ഒന്നും എനിക്ക് അനുകൂലമാകാതിരിക്കുമ്പോഴും, യെരൂശലേമിന് നേരെ കിളിവാതിൽ തുറന്ന് പ്രാർത്ഥനയിൽ ഉണർന്നിരുന്ന ഭക്തന് വേണ്ടി
വേണ്ടി ആർക്കുമില്ലാത്ത അനുഗ്രഹം, ആർക്കുമില്ലാത്ത വിടുതൽ, ആർക്കുമില്ലാത്ത സൗഖ്യം, ആർക്കുമില്ലാത്ത സാക്ഷ്യം, ആർക്കുമില്ലാത്ത അനുഭവങ്ങൾ കൊണ്ട് ആ ദാനിയേലിനെ പോഷിപ്പിച്ച അതേ ദൈവ ഈ പകൽ പ്രവചന ശബ്ദമായി തന്റെ ജനത്തിന് കൈമാറുന്നു. ആർക്കുമില്ലാത്ത സാക്ഷ്യ, ആർക്കുമില്ലാത്ത അനുഭവ, ആർക്കുമില്ലാത്ത ഗുണ, ആർക്കുമില്ലാത്ത വാത്, ആർക്കുമില്ലാത്ത സന്തോഷം. ജീവിതത്തിൽ കാണും. സ്തോത്രം. ഓരോരുത്തരോടുമുള്ള ദൈവശബ്ദമാ. ഹല്ലേലൂയ. ഓരോരുത്തരോടുള്ള ദൈവശബ്ദമാ. നോക്കിക്കേ, രേഖകൾ വിരോധമായപ്പോൾ, വിരോധമായി നിന്നപ്പോൾ ഒന്നാം ദിവസം പ്രാർത്ഥിച്ചു, രണ്ടാം ദിവസം പ്രാർത്ഥിച്ചു രേഖയ്ക്കൊരു മാറ്റവുമില്ല, ഒന്നിനും മാറ്റമില്ല. സാഹചര്യങ്ങൾ കൂടി വരുമ്പോഴും പ്രാർത്ഥനാ മനുഷ്യനായ ദാനിയേലിൻ്റെ അകത്തിൽ ആ ഉണർന്നു കിടക്കുന്ന അനുഭവത്തിന് ഉറക്കം വന്നില്ല. അവസാന നിമിഷം പിടിച്ചുകൊണ്ട് പോകുമ്പോഴും ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ടില്ല. സിംഹത്തിൻ്റെ ഗുഹയിലോട്ട് ഇങ്ങനെ എടുത്തെറിയുമ്പോഴും ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ടില്ല. എന്നിട്ടും ആ മനുഷ്യൻ്റെ അകത്തിലെ ആ ഉണർവ് നഷ്ടപ്പെട്ടില്ല. എന്നിട്ട് എന്താ മനുഷ്യൻ പറയുന്നതെന്നറിയാമോ? രാജാവ് പിറ്റേ ദിവസം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ദാനിയേലേ, നിന്റെ ദൈവം വിടുവിപ്പാൻ പ്രാപ്തനായോ? പരിശുദ്ധാത്മാവ് വാക്കിൽ നിന്നുകൊണ്ട് തൻ്റെ ജനത്തോട് പ്രവചന ദൂതായി കൈമാറുന്നു. നിന്റെ ദൈവം പ്രാപ്തനായി എന്ന് നിന്റെ വാ കൊണ്ട് തന്നെ പറയിപ്പിക്കൂ. ഓ ബാബാ ശബൽ കമലഘടകസി. ഹല്ലേലൂയ. ഇതാ രാജാവ് രാവിലെ വന്ന് ചോദിക്കുകയാ, ദാനിയേലേ, നിന്റെ ദൈവം വിടുവിപ്പാൻ പ്രാപ്തനായോ? ചോദ്യത്തിൻ്റെ മുമ്പിൽ ഒരു നിശബ്ദതയല്ല വെളിപ്പെട്ടത്. ചോദ്യത്തിൻ്റെ മുമ്പിൽ ഒരു അപശബ്ദമല്ല കേട്ടത്. ചോദ്യത്തിൻ്റെ മുമ്പിൽ മൃഗങ്ങളുടെ അട്ടഹാസമല്ല കേട്ടത്. കേട്ടൊരു ശബ്ദമുണ്ട്, പ്രാപ്തനായി. എൻ്റെ ദൈവം സിംഹങ്ങളുടെ വായ അടച്ച് എനിക്കൊരു ദോഷവും വരാതെ എന്നെ വിടുവിപ്പാൻ പ്രാപ്തനായി. ഈ പ്രാർത്ഥനാ മധ്യേ പരിശുദ്ധാത്മാവ് പ്രവചിച്ചു തോത് കൈമാറുന്നു. ഏത് സാഹചര്യങ്ങളുടെ നടുവിലോ, ഏത് വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുടെ നടുവിലോ, ഏതൊറ്റപ്പെടുന്ന അനുഭവങ്ങളുടെ നടുവിലോ ഇന്ന് നിന്റെ ഭാവിക്കെതിരെ ഭയങ്കര കറുത്ത അധ്യായങ്ങളാണ് നിൽക്കുന്നത് എങ്കിലും അപ്പതമാരോട് പറയുന്നു, കുഞ്ഞേ, നിന്റെ ഭാവിക്കെതിരെ ഒരു കറുത്ത അധ്യായങ്ങൾ കൊണ്ട് നിരത്തി വെച്ചാലും സ്വർഗത്തിലെ ദൈവം പറയുന്നു, നീ ഉണർന്നിരിക്കുക, നീ പ്രാർത്ഥനയിൽ ഉണരുക, നീ ആത്മീകത്തിൽ ഉണരുക, നീ വിശ്വാസത്തിൽ ഉണരുക, നീ ആത്മാവിൽ ഉണരുക, നീ വചനത്തിൽ ഉണരുക. ആ കറുത്ത അധ്യായത്തെ ഏറ്റവും വെളുത്ത അധ്യായമാക്കി തീർക്കാൻ, ആ കറുത്ത അധ്യായത്തെ ഏറ്റവും പ്രകാശമുള്ള അധ്യായമാക്കി തീർക്കാൻ ഒരു ദിവസം എന്റെ ദൈവം കുറിച്ചിട്ടിരിക്കുന്നു. ഒരു ദിനം, ഒരു സമയം കുറിച്ചിട്ടിരിക്കുന്നു. അവന്റെ ബലമുള്ള കൈക്കീഴിൽ നീ താണിരിക്കാൻ തക്ക സമയത്ത് ആ മഹത്വം കാണൂ. Sekorolo namasio, asorolo namasio, ശലാഖമനസിയോ. ചില കറുത്ത അധ്യായങ്ങൾ ഒരു താളുമറിക്കുമ്പോൾ അടുത്തതും കറുത്ത അധ്യായം ആത്മാവിന്റെ വെളിപ്പാട് കാണിക്കുന്നു. ഒന്നിനു പുറകെ ഒന്നൊന്നായി കറുത്ത അധ്യായങ്ങൾ മാത്രം സമ്മാനിക്കുന്ന നിന്റെ ഭാവിക്കെതിരെ എത്ര അധ്യായം കറുത്ത അധ്യായമായി കാണിച്ചോ, അധ്യായത്തെ മുഴുവനും പ്രകാശമാക്കുന്ന, അധ്യായം മുഴുവനും വെളുത്ത അധ്യായമാക്കി തീർക്കുന്ന ഒരു ദൈവപ്രവൃത്തി വരുന്നു. ഈ പ്രാർത്ഥനാ മധ്യത്തിൽ അത് സംഭവിക്കേണ്ടതിന് എന്റെ ജനമുണരട്ടെ. തലമുറകളെ ഉണരുക, മാതാവേ ഉണരുക, പിതാക്കന്മാരെ ഉണരുക, കുട്ടികളെ ഉണരുക, അഭിഷക്തദാസന്മാരെ ഉണരുക.
Mene kalo katoro manasi. Seke mene se tho nabadi adal kamana. Samana haduni astal pramana katakasi. കറുത്ത അധ്യായവും തടസ്സം കൊണ്ട് നിന്നെ വിഷമിപ്പിക്കുന്ന ചില വില്ലാളികളുടെ വില്ലുകളെ ഓടിക്കുന്ന കാഴ്ച സ്വർഗ്ഗമെന്നെ കാണിക്കുന്നു. വീണ്ടും പരിശുദ്ധാത്മാവ് പ്രവചിച്ചു പറയുന്നു, ചില കറുത്ത അധ്യായങ്ങളും തടസ്സങ്ങളും മാത്രം നിന്റെ മുമ്പിൽ കൊണ്ടിട്ട് നിന്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന, നിന്റെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന, നിന്റെ ജീവിതത്തെ തളർത്തുന്ന ചില വില്ലാളികളുടെ അമ്പുകൾ, ചില വില്ലാളികളുടെ കുന്തങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥനാ മധ്യേ, ഈ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ പകൽ ആ ശക്തിയുടെ വ്യാപാരങ്ങൾ ഇപ്പോൾ നിർജീവമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ ശക്തിയുടെ വ്യാപാരങ്ങൾ ഇപ്പോൾ ക്യാൻസൽ ആകട്ടെ. വെട്ടച്ചാരം, വെട്ടിച്ചാരം, വെട്ടച്ചാരം, ഓടിച്ചാരം, ഓടിച്ചാരം, അട്ടച്ചാരം, വട്ടച്ചാരം, വാദച്ചാരം, വന്തച്ചാരം, വർത്തച്ചാരം, അപ്പപ്പൗടം, എപ്പപ്പൗടം, ശാഖപ്രൗഢം, റമ്പപ്പൗട. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്റെ ദൈവം എന്നെ രക്ഷിപ്പാൻ, എന്റെ ദൈവം എന്നെ സഹായിപ്പാൻ, എന്റെ ദൈവം എന്നെ അനുഗ്രഹിപ്പാൻ പ്രാപ്തനായി എന്ന ശബ്ദങ്ങൾ ഈ ജനത്തിന്റെ നാവിൽ നിന്ന് പുറത്തു വരട്ടെ. ഉണരാൻ തയ്യാറാണോ? ഉണരാൻ തയ്യാറാണോ? എൻ്റെ ദൈവം വിടുവിച്ചു എന്ന് പറയുവാൻ പ്രാപ്തനായി. ആ വാക്ക് കുറിച്ചിട്ടു. എൻ്റെ ദൈവം വിടുവിപ്പാൻ പ്രാപ്തനായി എന്ന് പറയിപ്പിക്കും, പറയിപ്പിക്കും, പറയിപ്പിക്കും. ആത്മാവ് ആവർത്തിച്ച് പറയുന്നു, വിഷമിപ്പിച്ച ചില വില്ലുകൾ, വിഷമിപ്പിച്ച ചില കുന്തങ്ങൾ, വിഷമിപ്പിച്ച ചില വില്ലുകൾ, വിഷമിപ്പിച്ച ചില കുന്തങ്ങൾ ഈ പ്രാർത്ഥന മധ്യ സ്വർഗം ഒടിക്കും. ഈ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ പകൽ അതിൻ്റെ മുലകൾ ഒടിയുകയാ, അതിൻ്റെ മുലകൾ ഒടിയുകയാ. വെളിപ്പെട്ടു വന്ന വചനപ്രകാരം ഉണർന്നിരിക്കുന്ന ദൈവസഭയ്ക്ക്, ഉണർന്നിരിക്കുന്ന മാതാവിന്, ഉണർന്നിരിക്കുന്ന തലമുറയ്ക്ക്, ഉണർന്നിരിക്കുന്ന യുവാവിന്, ഉണർന്നിരിക്കുന്ന യുവതിക്ക്, ഉണർന്നിരിക്കുന്ന അല്ലെങ്കിൽ അഭിഷക്തന്, ഉണർന്നിരിക്കുന്ന മാതാപിതാക്കൾക്ക്, ഉണർന്നിരിക്കുന്ന ഈ സഭയ്ക്ക് അതിൻ്റെ വില്ലുകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഓടിയട്ടാ. കാലക്കെട്ടി റബാല ശബക്കെട്ടി അർത്ഥാബാല അസ്ഥിമാല രഗദര ജഗദൽ പ്രമലഘടകല ഉപബബ ശന്തല രഗൽക്കമലഘടകസേ. യേശുവിന്റെ നാമത്തിൽ അതിന്റെ വില്ലുകൾ ഒടിയട്ടെ, അതിന്റെ കുന്തങ്ങൾ ഒടിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില അഭിചാര കെട്ടുകൾ തകരട്ടെ, ചില നേർച്ച കാഴ്ച, ചില ദുർമന്ത്രവാദ, ചില അസൂയ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഒടിഞ്ഞു മാറട്ടെ. ഉടക്കബല രഗൽക്കമല ഉടബബ ശന്തൽ കമല. നിന്നെ മോഹിച്ച് വശീകരിച്ച് നിന്നെ ഒതുക്കാൻ കെട്ടിയ ചില പൈശാചിക കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഒടിഞ്ഞു മാറട്ടെ, ഇപ്പോൾ തകർന്നു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചില സിംഹ ഗുഹകൾ, ചില സിംഹ ഗുഹകൾ വിടുതലിന്റെ സാക്ഷിയായി മാറട്ടെ. ചില സിംഹ ശബ്ദങ്ങൾ, ചില സിംഹ ശബ്ദങ്ങൾ അവിടെ വായ അടയട്ടെ. ഓ റബ 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 ജുഡ ജുഡ രഗ 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 അറ രഗ 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 രഗ. അനർത്ഥങ്ങളെ വിതയ്ക്കുന്ന, അപകടങ്ങളെ വിതയ്ക്കുന്ന ചില പൈശാചിക വ്യാപാരങ്ങൾ നിന്റെ കാഴ്ചവട്ടിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ നിർജീവമാകട്ടെ. ഉടാ റബ റബ റബ. നിന്റെ കാഴ്ചവട്ടുകളിൽ, നിന്റെ കാഴ്ചവട്ടുകളിൽ അനർത്ഥങ്ങൾ വിതയ്ക്കുന്ന, അപകടങ്ങൾ വിതയ്ക്കുന്ന ചില പൈശാചിക പദ്ധതികൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തകരട്ടെ. ശബനബാല ഹതരബാല ഹർത്തജാല വൈശബാല വൈഢബാല
റീഖബാല വൈഠമാന ആത്മാവിൽ പ്രതികരിച്ചു തുടങ്ങിക്കൂ. ചില അന്യഭാഷകളിൽ അല്പം മിനിറ്റുകൾ ദൈവത്തെ സ്തുതിച്ചോ. ചില അനർത്ഥങ്ങൾ വിതയ്ക്കുന്ന, ചില അപകടങ്ങൾ വിതയ്ക്കുന്ന നിന്റെ കാഴ്ചവെട്ടുകളിൽ ചില അനർത്ഥങ്ങൾ വിതയ്ക്കുന്ന ചില പൈശാചിക പദ്ധതികൾ, ചില രഹസ്യ പദ്ധതികൾ, ചില ഗൂഢ പദ്ധതികൾ യേശുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ പകൽ നിർജീവമാകട്ടെ. മെനേഖര ധുലഖബ ശബഖബ നഥഖബ അബഭവം ഭൗഷസ്തവം റബൽ ഖമനകടകസി. ചില മരണക്കെട്ടുകൾ അഴിയട്ടെ, ചില മരണഭാഷ കെട്ടുകൾ അഴിയട്ടെ, ചില മരണഭാഷ കെട്ടുകൾ അഴിയട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ചില മരണത്തിൻ്റെ വെല്ലുവിളികൾ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ, കൂടാരത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. കൂടാരത്തിന് നേരെ ദൃഷ്ടിവച്ചിരിക്കുന്ന ചില മരണക്കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അഴിഞ്ഞു മാറട്ടെ. വീരന്മാരുടെ മധ്യേ യഹോവ എനിക്കായി ഇറങ്ങി വരും കേട്ടോ. പരിശുദ്ധാത്മാവ് പറയുന്നു, രാജാവ്, രാജകൊട്ടാരം, നിയമം എല്ലാം വീരന്മാരാ. രക്ഷിപ്പാൻ ഒരു പഴുതുമില്ല. പക്ഷെ അതിൻ്റെ മധ്യേ ദാനിയേലിന് വേണ്ടി ആ ഗുഹയ്ക്കകത്തിറങ്ങി വന്നതുപോലെ സ്തോത്രം, മനസ്സിനെ വിഷമിപ്പിക്കുന്ന ചില വില്ലുകൾ ഒടിക്കാൻ, ചില കറുത്ത അധ്യായങ്ങളെ പ്രകാശമുള്ള അധ്യായമാക്കാൻ ഈ പ്രാർത്ഥന തീരുന്നതിന് മുൻപ് ദൈവമിറങ്ങും. ഈ സഭയിൽ ദൈവമിറങ്ങും. ഈ സഭയിൽ ഇറങ്ങും. ഈ എറണാകുളം പട്ടണത്തിൽ ഈ സഭയ്ക്കകത്ത് ദൈവം ഇറങ്ങും. ഉണർന്നിരിക്കുന്ന ഈ സഭയ്ക്കകത്ത് ദൈവം ഇറങ്ങും. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ഉണരണം. വീണ്ടും സ്വർഗം പറയാം ഉണരാൻ. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പറഞ്ഞത് 57-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ വാക്യം കൂടെ നോക്കിക്കേ. 57-8 അവിടെയും തൻ്റെ മനസ്സിനോട് പറയുക. 57-8 പറയുന്നത്, എൻ മനമേ ഉണരുക, വീണയും കിന്നരവുമായുള്ളവേ ഉണരുവീ, ഞാൻ അധികാലത്ത് ഉണരണം കേട്ടോ. ഉണരണം. എനിക്ക് അടുത്ത ഭാഗത്തോട്ട് പോകാൻ പറ്റാതെ ഈ ഭാഗത്ത് തന്നെ ദൈവം പിടിച്ചു നിർത്തുകയാ. ഉണരാൻ തയ്യാറായിക്കോണം. ആദ്യം പറഞ്ഞതുപോലെ ശബ്ദമെടുത്ത് ഉണരുക എന്ന് പറഞ്ഞതുപോലെ തമ്പുരാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൻ സ്നേഹിക്കുന്നത് കൊണ്ട് നാളെ വന്ന് കൂട്ടും. സ്തോത്രം, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ വെറുതെ കൂട്ടലൊരു കുലുക്കും. ഞാൻ പിടിച്ചത് കുലുക്കും അല്ലേ? അങ്ങനല്ലേ ഉറങ്ങിക്കിടക്കുമ്പോൾ പതപ്പിനകത്തോട് പിടിച്ചൊരു കുലുക്കും അല്ലേ? സ്തോത്രം. അപ്പം പിടിച്ച് കുലുക്കുന്നതിന് മുമ്പ് നമുക്ക് ചിലതിനെ കുലുക്കണം. പിടികിട്ടിയോ? ചില അഗ്രചർമ്മിയുടെ ശക്തികളെ കുലുക്കണം. ചില അശുദ്ധന്റെ ശക്തിയെ കുലുക്കണം. അതിന് ഈ ദിനങ്ങൾ ഉണരണം. ഒരുപക്ഷെ ഉണരാനായിരിക്കും അഭിഷേകന്മാരുടെ അകത്ത് ദർശനം കൊടുത്ത് സഭയെ 3 ആഴ്ച ഉപവസിക്കാൻ വിളിച്ചത് ഉണരാനാണ്. ഉണർന്നെങ്കിലേ ചിലതിനെ വെട്ടിമാറ്റാൻ പറ്റുള്ളൂ. ഉണർന്നെങ്കിലേ ചിലത് പ്രാപിക്കാൻ പറ്റുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ മനമേ ഉണരുക. എന്ത് ചെയ്യാ? ഉണരുക എന്ന് പറഞ്ഞാൽ ഉണരാൻ ആഹ്വാനം കേട്ടിട്ടും ഉണരണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാ. പിടികിട്ടിയോ? സ്തോത്രം. തീക്ഷ്ണത വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാ. പുതപ്പ് കളഞ്ഞിട്ട് ചാടി എഴുന്നേക്കണോ?
സ്വതന്ത്രം എഴുന്നേറ്റ് കഴിഞ്ഞ ഒരു ഉന്മേഷമല്ലേ അല്ലേ? എത്ര ഉറക്കക്ഷീണമൊക്കെ ആണല്ലോ ഒന്ന് എഴുന്നേറ്റൊക്കെ ഒന്ന് ഇരുന്ന് ഒന്ന് കണ്ണൊക്കെ ഒന്ന് ഇരുമി കഴിയുമ്പോൾ എന്താ പറ ഉന്മേഷമല്ലേ? സ്തോത്രം. ഞാൻ രാത്രി 1 മണി കഴിഞ്ഞ പിന്നെ അങ്ങോട്ടാണ് കിടന്നത്. സ്തോത്രം. 5 മണി കഴിഞ്ഞപ്പോൾ വീണ്ടും എഴുന്നേറ്റു. ഭയങ്കര ടയേർഡൊക്കെയാണ്, ക്ഷീണമൊക്കെയാണ്. സ്തോത്രം. പക്ഷെ ഇച്ചിരി കഴിഞ്ഞപ്പോൾ അങ്ങ് ഉന്മേഷമായി. ഹല്ലേലൂയ. സ്തോത്രം. ഒരു 6 മണിക്ക് ശേഷം പ്രാർത്ഥിക്കാനിരുന്നു. 8 മണി കഴിഞ്ഞ പിന്നെ എഴുന്നേറ്റത്. ഇപ്പം ഞാൻ ഇച്ചിരി പേടിച്ച് പോയി. പാസ്വേഡ് ഞാൻ 10 മണിക്ക് വരാമെന്നും പറഞ്ഞ് ഓടി എത്താനും പറ്റിയില്ലല്ലോ. 9 മണി കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത്. വന്നപ്പം നല്ല ബ്ലോക്ക് പോയി. ഏതായാലും 10:30 മുമ്പ് ഇവിടെ എത്തി. ഞാൻ പറഞ്ഞത് അതിൻ്റെ അർത്ഥം നമുക്ക് ഇച്ചിരി ക്ഷീണവും ഉറക്കമൊക്കെ വന്നാൽ ആദ്യമൊക്കെ ഇച്ചിരി തോന്നലൊക്കെ തോന്നിയാലും നമ്മളങ്ങ് ഉണരണമെന്ന് വെച്ചാൽ പിടികിട്ടിയോ? എഴുന്നേറ്റ് 2 മിനിറ്റൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ കുലുക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇന്നൊരു ആവേശമാണ്. പിന്നെ ഇന്ന് ചർച്ചിൽ പോകണം, നമുക്കൊരു കാര്യമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അപ്പം ദൈവത്തോട് ആലോചന ചോദിക്കണം. ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷം ഇരുന്ന് ചോദിച്ചു. ഇന്ന് രാവിലെ ഒന്നുകൂടി ഇരുന്ന് ചോദിച്ചു. ചുമ്മാ വരാൻ പറ്റുമോ? അവിടെ 2 വാക്യമുണ്ട്, ഇവിടെ 2 വാക്യമുണ്ടെന്ന് പറഞ്ഞിട്ട് പോയി എന്തെങ്കിലും സ്വത്രാഴ്ച വഞ്ചിട്ട് പോയിട്ട് നിങ്ങൾക്ക് വല്ലതും ഗുണം കിട്ടുമോ? സ്വത്രം. ഒരു സ്വത്രാഴ്ച കിട്ടിയില്ല, എനിക്ക് സംതൃപ്തിയാണ്. നിങ്ങളൊന്ന് ഉണർന്നാൽ കിട്ടിയോ? സ്വത്രം. ഒറ്റ തീരുമാനം എടുത്തോണം. ഈ 3 ആഴ്ച കൊണ്ട് ഇനി ഒരിക്കലും ഉറങ്ങാത്ത നിലകളിൽ, അക്ഷരാർത്ഥത്തിൽ ഉറക്കത്തെക്കുറിച്ചല്ല, ആത്മീയത്തിൽ ഉറങ്ങാത്ത നിലയിൽ ഞാൻ ഉണരും എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ എടുക്കണം. ഒരു ദൃഢപ്രതിജ്ഞ എടുക്കണം. ദാവീദ് പറയും, എൻ്റെ മനമേ നീ ഉണരുക. ഉണർന്നാൽ എന്താ സംഭവിക്കുന്നത്? ഉണർന്നാൽ ആ സങ്കീർത്തനം ധ്യാനിക്കുമ്പോൾ നമ്മളെ 3-ാം വാക്യം മുതൽ ഇങ്ങോട്ട് വായിക്കുമ്പോൾ അവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നറിയാവോ? എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കണ്ടോ? ധിക്കാരം കാട്ടും. സ്തോത്രം. പരിശുദ്ധാത്മാവ് പ്രവചിക്കാൻ തുടങ്ങുന്നു. ചില ധിക്കാരങ്ങൾ ദൈവം നിർത്തലാക്കും. പിടികിട്ടിയോ? നിന്റെ ഭാഗത്ത് റൈറ്റ് ഉണ്ടായിട്ടും, നിനക്ക് അവകാശമുണ്ടായിട്ടും, നിന്റെ ഭാഗത്ത് നീതി ഉണ്ടായിട്ടും ധിക്കാരപരമായി നിന്നെ ദണ്ഡിപ്പിക്കുന്ന, ധിക്കാരപരമായി നിന്നെ ക്ലേശിപ്പിക്കുന്ന, ചില തന്നിഷ്ടം കാണിച്ച്, ചില ധിക്കാരം കാണിച്ച്, അല്ലെങ്കിൽ നിന്നെ ദണ്ഡിപ്പിക്കുന്ന ചില ഇരുട്ടിൻ്റെ മേഖലകളെ എൻ്റെ കർത്താവ് ശാസിക്കാൻ പോകുകയാ. എൻ്റെ കർത്താവ് അതിനെ ശാസിക്കാൻ പോകുകയാ. നിനക്കെതിരെ നിൽക്കുന്ന ചില ധിക്കാരത്തിൻ്റെ ശബ്ദങ്ങൾ, ചില ധിക്കാരത്തിൻ്റെ പ്രവർത്തികൾ, ചില ധിക്കാരത്തിൻ്റെ അവസ്ഥകളെ എൻ്റെ ദൈവം തകർക്കാൻ പോകുകയാണ്. ധിക്കാരപരമായി നിനക്കെതിരെ എഴുന്നേറ്റ് നിൽക്കുന്ന ചില വെല്ലുവിളികൾ തകരട്ടെ. ദാവീദിനെതിരെ എഴുന്നേറ്റ് നിന്ന ചില ധിക്കാരത്തിന്റെ ശക്തികൾ, കഴിവുണ്ടെന്നും അധികാരമുണ്ടെന്നും പദവിയുണ്ടെന്നും പണമുണ്ടെന്നും സ്ഥാനമുണ്ടെന്നും മിടുക്കുണ്ടെന്നും ഒക്കെ പറഞ്ഞ് നിന്റെ അവകാശത്തെ ദണ്ഡിപ്പിക്കുന്ന, ധിക്കാരം കാണിക്കുന്ന ധിക്കാരത്തിന്റെ വ്യാപാര ശക്തികൾ, ധിക്കാരത്തിന്റെ വ്യാപാര ശക്തികൾ, അതിന്റെ ഒഴുക്കുകൾ യേശുവിന്റെ നാമത്തിൽ ഉണർന്നിരിക്കുന്ന ജനത്തിന്റെ മുമ്പിൽ തോറ്റുപോകട്ടെ. ഉണർന്നിരിക്കുന്ന ജനത്തിന്റെ മുമ്പിൽ ഇല്ലാതാകട്ടെ. അത് വിളഞ്ഞു കിടക്കുന്ന നന്മകൾ കൊയ്തെടുക്കാൻ കഴിയാതെ വന്ന, അത് കൊയ്യുന്ന സമയത്തിന് മുൻപ് ധിക്കാരം കാണിച്ച് കരകവിഞ്ഞൊഴുകുന്ന ജോർദാന്, ഉടബൽ ഗമനഘടകസി, ആ ജോർദാന് ഒരു പുതപ്പിന്റെ ശക്തി കൊണ്ട് അടിച്ചൊതുക്കിയ ദൈവ, ഒരു പുതപ്പിന്റെ ശക്തി കൊണ്ട് അടിച്ചൊതുക്കിയ ദൈവ തന്റെ അഭിഷക്തന്മാർ കാല് ചവിട്ടിയപ്പോ അതിന്റെ ശക്തി
ശക്തിയെ പിടിച്ചു നിർത്തിയ ദൈവ എന്ന പകൽ പ്രവചിച്ചു ദൂത് കൈമാറുന്നു. നിന്റെ നന്മകളെ അപകരിക്കുന്ന ചില ധിക്കാരപരമായി ഒഴുകി വരുന്ന ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ, അത് യോർദാന്റെ ശക്തിയായാലോ, അത് മിദ്യാന്റെ ശക്തിയായാലോ, അത് ദേശത്തുനിന്ന് പൊങ്ങുന്ന ഏത് വ്യാപാര ശക്തിയായാലോ, അതിനെ നിന്റെ മുമ്പിൽ ഇനിയും ജയിപ്പാൻ അനുവദിക്കാതെ ആ ധിക്കാരത്തിന്റെ അകത്ത് നീ മുങ്ങിത്താലാ, അല്ല ധിക്കാരത്തിന്റെ അകത്ത് നീ അല്ലെ നിരാശപ്പെട്ട് നിന്ദിതനായി പുറകോട്ട് മാറി നിൽക്കാൻ അനുവദിക്കാത്ത ഒരു ദൈവം നിനക്കൊണ്ടെന്ന് തെളിയപ്പെടുമെന്ന് ആത്മാവ് പ്രവചിച്ച് ദൂത് കൈമാറുന്നു. വിശ്വസിച്ചു. ധിക്കാരം അത് എവിടുന്നൊക്കെ വന്നാലും എങ്ങനൊക്കെ വന്നാലും സ്വർഗത്തിലെ ദൈവം പറയുന്നു, ദൈവം അതിനെ നിർത്തും. സ്തോത്രം. വീണ്ടും പറയുന്ന 3 മുതൽ വാക്യങ്ങൾ പറയുമ്പോൾ, എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ അവൻ സ്വർഗത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ രക്ഷിക്കും. ദൈവം തന്റെ ദയയും വിശ്വസ്തതയും അയക്കുന്നു. എന്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു. പിന്നെ അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളും അസ്ത്രങ്ങൾ, നാവ് മൂർച്ചയുള്ള വാള് ആയിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ. വിവരിക്കുന്നില്ല. ഉണരാൻ തയ്യാറാണോ? ധിക്കരിച്ച് നിന്ദിച്ചൊതുക്കുന്ന നിന്നയുടെ ശക്തി തകരും കേട്ടോ. വിശ്വസിക്കാമോ? സ്തോത്രം. അവനൊന്നും ഒരു നന്മയൊന്നുമില്ല, ഒരു ഗുണവുമില്ല. കണ്ടോ, എനിക്കല്ല ഉള്ളത് എന്നും പറഞ്ഞ് ധിക്കാരത്തോടുകൂടെ നോക്കുന്ന ചില നോട്ടങ്ങൾ എൻ്റെ ദൈവം നിർത്തും. മനസ്സിലാകുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്വർഗം അങ്ങനെ തന്നെ പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അന്നയ്ക്ക് മക്കളൊന്നുമില്ലല്ലോ, എനിക്കോ? സ്തോത്രം. ദൈവം നിർത്തും. സ്തോത്രം. ഇതുപോലെ സ്തോത്രം. ദൈവത്തെ സേവിക്കാൻ പോയിട്ട്, ദൈവത്തെ അനുഗമിക്കാൻ പോയിട്ട്, ഞായറാഴ്ച പുസ്തകം എടുത്തുകൊണ്ട് പോയിട്ട് ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് പുച്ഛിച്ചു തള്ളുന്ന ചിലരുടെ നടുവിൽ അവരുടെ ധിക്കാരത്തിൻ്റെ കാഠിന്യം, സ്തോത്രം. ഹല്ലേലൂയ. എത്ര വലിയ കട്ടിയുള്ള ഐസായാലും ചൂടിൻ്റെ കാഠിന്യം എത്രയുണ്ടോ അതിനനുസരിച്ച് നിമിഷത്തിനകം ഉരുകി മാറും. മനസ്സായോ? ചെറിയ ചൂടാണെങ്കിൽ ചെറുതായിട്ട് ഉരുകത്തുള്ളൂ. പക്ഷെ ചൂട് ഭയങ്കരമാണെങ്കിൽ എന്തു ചെയ്യും? പെട്ടെന്ന് ഉരുകി മാറും. അങ്ങനെ ഒരു പദം സ്വർഗം പറയുന്നു. ചില ധിക്കാരത്തിൻ്റെ വ്യാപാരങ്ങൾ എൻ്റെ ദൈവം നിർത്തും. മനസ്സിലാകുന്നോ? സ്തോത്രം. പലതും പറഞ്ഞ് നിന്ദിച്ച് അപമാനിച്ച് ധിക്കരിച്ച് താഴ്ത്തി കെട്ടുന്ന ചില വാക്കുകൾ, പദങ്ങൾ, പ്രവൃത്തികൾ, നോട്ടങ്ങൾ, സംഭവങ്ങൾ, അനുഭവങ്ങൾ ഇതാ നിൻ്റെ മുമ്പിൽ നിന്ന് മാറാൻ പോകുന്നു. അന്നയ്ക്കൊരു ശമൂവേൽ ജനിച്ചു കഴിഞ്ഞപ്പോൾ പെനീനയുടെ ധിക്കാരം നിന്നു. ഉടവക്കമന ഘടകസി. ചിലരുടെ ധിക്കാരങ്ങളെ നിർത്തുന്ന ശ്രേഷ്ഠമേറിയ ചില അനുഭവങ്ങൾ കൂടാരത്തിൽ വെളിപ്പെടുത്തി, പ്രാർത്ഥനാ വിഷയത്തിൽ വെളിപ്പെടുത്തി, ദൈവം തൻ്റെ അത്ഭുതം ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ്
പ്രവചിച്ച് ദൂത് കൈമാറുമ്പോൾ എത്ര പേർക്ക് വിശ്വസിച്ച് ഏറ്റെടുക്കാൻ കഴിയോ? അത്ഭുതങ്ങൾ നടക്കാൻ പോകുകയാണ്. ചില മൂർച്ചയുള്ള നാവുകൾ, ചില വാളുകൾ, ചില കുന്തങ്ങൾ, ചില സിംഹങ്ങൾ, ചില അഗ്നികൾ. ഹല്ലേലൂയ. അന്നൊരിക്കൽ ദാവീദിന്റെ മുമ്പിൽ നിന്ന് തകർന്നു മാറിയതിന്റെ കാരണം അവൻ പറയുകയാണ്, എൻ്റെ മനമേ നീ ഒന്ന് ഉണരുക, എൻ്റെ മനമേ നീ ഒന്ന് ഉണരുക. ഈ വചനത്തിൽ നിന്നുകൊണ്ട് സ്വർഗം പറയുന്നു, ഇന്ന് നീ അനുഭവിക്കുന്ന ക്ലേശത്തിൽ നിന്ന് കുഞ്ഞെ നിനക്ക് രക്ഷപ്പെടാൻ, ലോകത്തിൽ രക്ഷപ്പെടാൻ മറ്റു പലർക്കും മറ്റു പല മാർഗം കാണും. പക്ഷെ നിനക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ, ഒരു മാർഗമേ ഉള്ളൂ. അതിനൊറ്റ മരുന്ന്, നീ ഉണരുക. കൃപയിൽ വന്നവരോട്, സ്ഥാനപ്പെട്ട് ദൈവമക്കളായവരോട്, ഇത് സത്യമെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവുമായി ഉടമ്പടി ചെയ്തവരോട് സ്വർഗം പറയുന്നു, ഇന്ന് നേരിടുന്ന പ്രശ്നം, ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അതേ സമാനമായ വിഷയമുള്ളവർക്ക് ലോകത്തിൽ പല വഴികളിലൂടെ അവർ രക്ഷപ്പെടും. പക്ഷേ നമുക്ക് രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഈ ദിനങ്ങളിൽ ഉണരുക, ഈ ദിനങ്ങളിൽ ഉണരുക. സ്തോത്രം. ഉണരാമോ? ഉണരാമോ? 2 വാക്യം കൂടെ നോക്കാം. എഫെസ്യ ലേഖനം 5:14 നോക്കിക്ക്. ഉറങ്ങുന്നവരെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേക്ക, എന്നാൽ നിന്റെ മേൽ പ്രകാശിക്കുമെന്ന് ചൊല്ലുന്നു. ഈ ആത്മീകത്തിൽ ഉറങ്ങിക്കിടക്കുന്നവനെ മരിച്ചവൻ എന്നാ പറയുന്നത്. പിടികിട്ടിയോ? സ്തോത്രം. മരിച്ചവൻ്റെ പ്രത്യേകത എന്താ? സ്തോത്രം. ഒന്നും കാണുന്നില്ല, ഒന്നും അറിയുന്നുമില്ല, ഒന്നും കേൾക്കുന്നുമില്ല. ഇതൊക്കെ അനുഭവമെങ്കിലും എത്ര നല്ല പെർഫ്യൂം അടിച്ച് നല്ല വെള്ള കുപ്പായത്തിലൊക്കെ പൊതിഞ്ഞ് കിടത്തിയാലും കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? എന്ത് വരും? പുഴു വരും. അതിനേക്കാൾ ഉപരി ദുർഗന്ധം വരും. പിടികിട്ടിയോ? എന്ത് വരും? അതൊന്നും നമുക്ക് അഭിമുഖീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ അടക്കം ചെയ്യുന്നത്. അതെല്ലാ മനുഷ്യർക്കുള്ള കാര്യം, സംഭവിക്കും. പക്ഷെ പഠിക്കേണ്ട ഒരു പാഠം, ഈ ആത്മീകത്തിൽ ഉറങ്ങിക്കിടക്കുന്നവൻ മരിച്ചവനാണ്. ഇവിടുന്ന് എഴുന്നേറ്റോണം. ഇല്ലെങ്കിൽ പിന്നെ അവൻ്റെ അകത്തുനിന്ന് വരുന്നതല്ല എന്താ? ദുർഗന്ധം. ആ കുറ്റം പറച്ചിൽ മൊത്തം ദുർഗന്ധമാണെന്ന്, ആ വിമർശനം മൊത്തം ദുർഗന്ധമാണെന്ന്, ആ കളിയാക്കൽ മൊത്തം ദുർഗന്ധമാണെന്ന്, ഈ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇട്ട് കളിയാക്കുന്ന മൊത്തം ദുർഗന്ധമാണെന്ന്. ഈ ദുർഗന്ധത്തിനകത്തോട്ട് പോയി നിന്നാൽ നമുക്കെന്ത് പറ്റും? നമ്മളും ദുർഗന്ധത്തിലായിപ്പോ അല്ലേ? ഇവിടെ ഉണ്ടല്ലോ, ഉണർവ് കളയല്ലേ, ഉണർവ് പോകരുത്. സ്തോത്രം. ഞങ്ങളുടെ എല്ലാവരുടെയും കൈ തലയത്തോട്ട് പ്രവർത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അപ്പൻ തന്നാലല്ലേ പറയാൻ പറ്റത്തുള്ളൂ, അങ്ങോട്ട് ഇറക്കി വിട്ടാലല്ലേ പറ്റത്തുള്ളൂ. സ്തോത്രം. അതിനൊക്കെ വലിയ ശബ്ദമാണ് ദൈവം തന്നുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദുർഗന്ധമുള്ളിടത്ത് പോയി നിന്നാൽ നമുക്ക് എന്ത് ചെയ്യും? ദുർഗന്ധം വരും. ദുർഗന്ധം ചില കൂടെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പറ. അസുഖം പിടിക്കും. അസുഖം പിടിച്ചാൽ നമ്മൾ മരിക്കും. പോയോ? ആ കരവരുത്തി സ്വതന്ത്രം പറഞ്ഞാട്ട് അല്ലേ? ദുർഗന്ധം വരുമ്പോൾ നമുക്ക് ഭയങ്കര വിമിഷ്ടം വരും, ഓക്കാനം വരും. പിന്നെ അവിടെ തന്നെ അങ്ങ് നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ ഓക്കാനിച്ച് രക്തം ഛർദ്ദിച്ച് അത് വീഴും അല്ലേ? എന്ത് ചെയ്യണം? ഓടി മാറണം. ദുർഗന്ധം പരത്തുന്ന വാർത്തയ്ക്കകത്ത് ഓടി മാറ. പരിഹസിക്കുന്നവന്റെ വാക്കിനകത്ത് ഓടി മാറ. കുറ്റം പറയുന്നവന്റെ വാക്കിനകത്ത് ഓടി മാറ. സ്തോത്രം. വീട്ടിലൊരാളെ വിളിച്ചിരുന്ന് കുറ്റം കേൾക്കരുത്.
ഓടിച്ചു വിട്ടേക്കണം, അല്ല എഴുന്നേറ്റ് പോക്കണോ? സ്തോത്രം. കുറ്റമില്ലാത്ത ആരാ ഉള്ളത്? ആരെങ്കിലും ഉണ്ടോ? കുറ്റം പറയണം, ആ കുറ്റമുണ്ടോ, എന്നാൽ നമുക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ മനസ്സിലുണ്ട്, മാനസാന്തരം ഉണ്ട് എന്ന് പറയത്തില്ല. രസം അങ്ങ് കേട്ടോണ്ടിരിക്കുക. എന്താ സംഭവിക്കുന്നറിയോ? എന്താണെന്നറിയോ? നമ്മുടെ വിശ്വാസം പോവും അല്ലേ? രാവിലെ എഴുന്നേറ്റ് ഇന്ന് ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുക, അത്ഭുതം ചെയ്യും, അങ്ങനെ ചെയ്യും, തീക്ഷ്ണതയോട് പ്രാർത്ഥിച്ചൊക്കെ. അന്നേരം എഴുന്നേറ്റ് ഇന്ന് എന്ത് ചെയ്യും? അയ്യോ കേട്ടോടി, ഞാൻ അറിയാം പേര് വിളിക്കുന്നത്, ഇവിടെ ആരെങ്കിലും പേരുണ്ടെങ്കിൽ, കണ്ടോടി അവൾ അങ്ങനെ ആയിരുന്നടി, ഇങ്ങനെ ആയിരുന്നടി, അവിടെ വീണടി, സംഭവിച്ചടി. ആണോ? ശരിയാണോ? അയ്യോ വിശ്വാസത്തിലൊക്കെ ഇങ്ങനെ നിന്നതല്ലേ. അപ്പോൾ ഇതൊക്കെ ശരിയാണോ? കേട്ടോ, ഇത് ശരിയാണോ? അയ്യോ ആ പാസ്റ്ററോ ശരിയാണോ? അപ്പോൾ രാവിലെ എന്താ പറഞ്ഞത്? ദൈവം പ്രവർത്തിക്കും. ആ ശരിയാണോ ചോദിച്ചപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ഉള്ള ജീവനും പോയി. വൈകിട്ടാകുമ്പോൾ എന്ത് ചെയ്യും? ഇതാ ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കും. 3 ദിവസം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ആ ദൈവോ സ്തോത്രം, ഹല്ലേലൂയ. 10-25 വർഷത്തെ അനുഭവത്തിൽ നിന്ന് ഞാൻ വിളിച്ചു പറയാം, ഇതുപോലെ സേവിക്കാൻ കൊള്ളാവുന്ന ഒരു അരുമനാഥൻ മറ്റാരുമില്ല. ഒറ്റയ്ക്കാണെങ്കിലും ദൈവത്തിന് പക്ഷത്ത് നിൽക്കണം. ദൈവത്തിന് പ്രസാദം വരുന്നതും ദൈവത്തിന് ഇഷ്ടം വരുന്ന വാക്കുകൾ മാത്രമേ കേൾക്കാവോ, സംസാരിക്കാവോ, ചിന്തിക്കാവോ. അല്ലാത്ത നല്ല ഓടി മാറണം. സ്തോത്രം, ഹല്ലേലൂയ. എത്ര ക്ലിയർ ആയിട്ട് പരിശുദ്ധാത്മാവ് പുതിയ എഴുതി വെച്ചത്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം. കാരണം മരിച്ചവന്റെ ഇടയിൽ കിടന്നാൽ എന്താ? ദുർഗന്ധമാ. സ്തോത്രം. അവിടുന്ന് എന്ത് ചെയ്യണം? എഴുന്നേൽക്കണം. പരിഹാസങ്ങൾ നിർത്തിക്കണം. പോക്കറ്റിൽ കിടക്കുന്ന ഫേസ്ബുക്കും സോഷ്യൽ മീഡിയയെല്ലാം ഓഫാക്കി വെച്ചോണം. സ്തോത്രം. ഈ എത്രയോ അഭിഷേകന്മാർ നന്നായിട്ട് വചനം പ്രസംഗം, അവർ പ്രസംഗം കേട്ട് രക്ഷപ്പെടാൻ നോക്ക്. ഈ വല്ലോൻ്റെയും കുറ്റം കേട്ടിട്ട് എന്നെ കിട്ടാനാ? അത് 25 പേർക്ക് അങ്ങോട്ട് ഷെയറും ചെയ്ത് കൊടുത്ത് അല്ലേ? അതിൻ്റെ കഥയും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഉള്ളത് കളയാതെ വല്ല വിധേനയും നിത്യതയിലെത്തണമെന്നുള്ള ചിന്തയിൽ, ഉയരത്തിലോട്ട് കയറണമെന്നുള്ള ചിന്തയിൽ അപ്പൻ്റെ മുഖത്തോട്ട് നോക്കി യാത്ര ചെയ്യാൻ ഈ ദിനങ്ങളിൽ ഒന്ന് സമർപ്പിക്കുമോ? സമർപ്പിക്കുമോ? ഉറങ്ങുന്നവനെ ഉണർന്ന മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക. എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. നമുക്ക് ഈ മരിച്ചവന്റെ പ്രകാശം വേണോ അതോ ജയിച്ചവന്റെ പ്രകാശം വേണോ? സ്തോത്രം. ജയിച്ചവന്റെ പ്രകാശം വേണോ മരിച്ചവന്റെ പ്രകാശം വേണോ? സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ ഞാൻ ഒരു സ്ഥലത്ത് വചനം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗ്ഗം എന്നോട് പറഞ്ഞു, എൻ്റെ യേശു ജയിച്ചവനാ. അവന് ഒരു പരാജയവും ഉണ്ടായിട്ടില്ല. അവന് പരാജയത്തിൻ്റെ ഒരൽപ്പം പോലും അവൻ്റെ ജീവിതത്തിലില്ല. അങ്ങനെ ഒരു വാക്ക് ഞാൻ ദൈവത്തിൽ നിന്ന് കേട്ടു. സ്തോത്രം. അല്പം പോലും പരാജയമില്ലാത്ത ഒരാള് ഈ ഉലകത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാ. അങ്ങനെ ഒരു യേശു നമ്മുടെ മേൽ പ്രകാശിക്കേണ്ടതിന് ഇന്ന് നമ്മുടെ മുഴുവൻ പരാജയങ്ങളെയും അതിൽ പ്രകാശമാക്കി തീർക്കാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവചിച്ചു വ്യക്തമായി ആലോചന കൈമാറുകയാണ്. ഉണരുക, മരിച്ചവരുടെ നിന്ന് പ്രകാശിക്കാൻ എഴുന്നേൽക്കുക. അവിശ്വാസം പറയുന്നവൻ്റെ, സംശയം പറയുന്നവൻ്റെ
വായിൽ പോയി നിൽക്കരുത്. അല്ല, വാമൊഴി കേൾക്കാൻ നിൽക്കരുത്. പിടികിട്ടിയോ? എത്ര വലിയ കഠിനമായ രോഗം വന്നാൽ അത് മാറും, ദൈവം പ്രവർത്തിക്കും എന്ന് പറയുന്നതിൻ്റെ വാക്ക് അത് നോക്കാം എന്ന് പറയുന്നിടത്ത് പോകരുത്. സ്തോത്രം. ഉണ്ട്, എന്നെ മരിപ്പിക്കാൻ നോക്കുന്ന വല്ല ശക്തിയുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ഉണരണം. ഉറങ്ങുന്നവൻ എന്ന് പറഞ്ഞാൽ ബോധവാനാവുക എന്നെ അർത്ഥം. ഉറങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ബോധവാനായിരിക്കുന്നു എന്നെ അർത്ഥം. ഉണർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ബോധവാനാ. പിടികിട്ടിയോ? ഞാൻ ബോധവാനാ. 12:42 സമയവും പോയി. സ്തോത്രം. ഹല്ലേലൂയ. ഉണരണം. എന്താ? ഉണരണം. ഒരു വാക്യം കൂടെ നോക്കിക്കേ, ബാക്കി നമുക്ക് വൈകിട്ട് പറയാം. ഇന്ന് പകൽ പോയിരുന്നു, ഉച്ച കഴിഞ്ഞ സമയത്ത് പോയിരുന്ന് ഫേസ്ബുക്കിൽ നോക്കി സമയം കളയാതെ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ച് ഉണർന്നൊക്കെ വരണം. വൈകിട്ട് നമുക്ക് ഒന്നിച്ച് ചിലതിനെ കൊടയണം. വൈകിട്ട് ചില അഗ്രചർമ്മിയുടെ ശക്തികളെ കൊടയണം. കൊടഞ്ഞിട്ടേ പോകാവൂ. പൗലോസ് കൊടഞ്ഞതുപോലെ ചിലതിനെ കൊടഞ്ഞിട്ടേ പോകാവൂ. അതിനൊന്ന് ഉണരണം. 13 റോമാലേഖനം 13-11 വാക്യങ്ങൾ നോക്കിക്കേ പെട്ടെന്ന്. റോമർ 13:11. ഇത് ചെയ്യേണ്ടതിന് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയായികയാൽ തന്നെ. സ്തോത്രം. പ്രിയരേ, നാഴിക വന്നു. ഉണരാനുള്ള നാഴിക വന്നെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് അടുക്കായി വചനം പറഞ്ഞു തരികയാ. ഉണരാനുള്ള നാഴിക വന്നെന്ന്. പിടികിട്ടിയോ? സ്തോത്രം. രാവിലെ ഈ പിള്ളേർ കിടന്നുറങ്ങും അല്ലേ? അമ്മമാർ നോക്കും, അയ്യോ 7 മണിയായി, എന്താ സ്കൂളിൽ പോകാൻ നാഴിക വന്നു. പിടികിട്ടിയോ? അപ്പോഴാ തട്ടി ഉണർത്തുന്നല്ലേ? അല്ലേ? സ്തോത്രം. വിപാസർക്ക് നാളെ മീറ്റിംഗ് ഉണ്ട്, ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. ആൻറ്റിക്കറിയാൻ കൊണ്ട് നാഴിക വന്നു, എന്താ പോകേണ്ട സമയം. ചായാ ഉണര. പിടികിട്ടിയോ? അപ്പൻ തന്നെ ശബ്ദം തന്നുകൊണ്ട് പറയുക, നാഴിക വന്നു. നിന്റെ വാഗ്ദാനം പ്രാപിപ്പാൻ നാഴിക വന്നു. കേട്ട പ്രവചന ശബ്ദം നിവൃത്തിയാക്കാൻ നാഴിക വന്നു. തക്ക സമയത്ത് നിവർത്തിക്കാമെന്ന് പറഞ്ഞ വചനമുണ്ടല്ലോ, അത് നിവർത്തിക്കാൻ നാഴിക വന്നു. നാഴിക വന്നെന്ന്. കർത്താവിന്റെ നാഴിക വന്നെന്ന് ശ്രദ്ധിക്കാമോ? നാഴിക വന്നു. ഈ വചനം പറയുമ്പോൾ തന്നെ വിരുദ്ധ ഭവനത്തിൽ നൽകാൻ പറഞ്ഞ നാഴിക വന്നില്ലെന്നാ പറഞ്ഞ്. എന്നിട്ടും ആ ഭവനത്തിന് നാഴിക മാറ്റി, ആ മോശമായ നാഴിക മാറ്റി. ഓർക്കുന്നുണ്ടോ? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഭവനത്തിന് നാഴിക മോശമാ ആണോ? എന്നിട്ടും അവന് നാഴിക മാറ്റി. ഉണരാൻ തയ്യാറാണോ? നാഴിക വന്നെന്ന് അതുകൊണ്ട് ഉണരുക. ഉറക്കത്തിൽ നിന്നുണരുക. എന്താ നമ്മെ ഉറക്കിക്കളയുന്ന വിഷയങ്ങൾ? എന്താ ഉറക്കിക്കളയുന്നത്? ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നു എന്നിങ്ങനെ നിങ്ങൾ സമയം അറിയായികൾ തന്നെ. സ്തോത്രം. ഹല്ലേലൂയ. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി, പകലടുത്തിരിക്കുന്നു. സ്തോത്രം. രാത്രി കഴിവാറായി. അക്ഷരാർത്ഥത്തിൽ ചില വാഗ്ദാനം നിവർത്തിപ്പാൻ നാഴിക വന്നു. ഇനി പരമപ്രധാനമായി സ്വർഗം പറഞ്ഞ നാഴിക
കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും മുമ്പേ ക്രിസ്തുവിൽ മരിച്ചവരും പിന്നെ ജീവനോട് ശേഷിക്കുന്നവർ നാം ഓരോരുത്തരും അവനോടുകൂടെ രൂപാന്തരപ്പെടും. നാഴികയെടുത്തു. രാത്രികൾ കഴിയാറായി, രാത്രികൾ തീരാറായി. അതുകൊണ്ട് ഉറക്കുന്ന ഇരുട്ടിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് നാം ഈ ദിനങ്ങളിൽ ഉണരുക. നാം ഈ ദിനങ്ങളിൽ ഉണരുക. ഈ വചനത്തോടുള്ള ബന്ധത്തിൽ 1-2 കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. സ്തോത്രം. എന്താ നമ്മെ ഉറക്കുന്നത്? 8-ാം വാക്യം, റോമർ 13:8. അന്യോന്യം സ്നേഹിക്കാതെ ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത്. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നു. ഞാൻ വിവരിക്കുന്നില്ല. സ്തോത്രം. അന്യോന്യം സ്നേഹിക്കുക, അന്യോന്യം സ്നേഹിക്കുക. അന്യോന്യം പിണങ്ങിയിരിക്കാനല്ല പറഞ്ഞത്. അന്യോന്യം കുശുമ്പ് കുത്തിക്കൊണ്ടിരിക്കാനല്ല പറഞ്ഞത്. അന്യോന്യം വലിപ്പഭാവം കാണിച്ചുകൊണ്ടിരിക്കാനല്ല പറഞ്ഞത്. അയ്യോ, അവൻ അങ്ങനെ ചെയ്തല്ലോ, ഇവൻ ഇങ്ങനെ ചെയ്തില്ല, എനിക്കൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു പിണങ്ങിയിരിക്കാനുമല്ല പറഞ്ഞത്. സ്നേഹിക്കാൻ. ഇപ്പൊ സ്നേഹമകത്തുനിന്ന് പോകുമ്പോ ഉറക്കം വരും. ആത്മീയത്തിൽ ഉറക്കം വരും. ആത്മീയത്തിൽ ഉറക്കം വരും. അതുകൊണ്ട് അന്യോന്യം സ്നേഹിക്കുക. വീണ്ടും പറയുന്നു, അതേ, വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത്. സ്തോത്രം. ഒന്നും ചെയ്യരുത്. തെറ്റായ ജീവികളൊന്നും ഉണ്ടാകരുത്. മോഹിക്കരുത്, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്. സ്തോത്രം. 12-ാം വാക്യം ഇങ്ങോട്ട് വരുമ്പോൾ, ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക. പകൽ സമയത്ത് എന്നതുപോലെ നാം മര്യാദയായി നടക്കുക. വെറിക്കൂത്ത്, മദ്യപാനങ്ങളും ശയനമോഹങ്ങളും ദുഷ്കാമങ്ങളുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ. മോഹങ്ങൾ ജനിക്കുമാറേ ജഡത്തിൽ ചിന്തിക്കരുത്. നമ്മെ ഉറക്കുന്ന ലോകത്തിൻ്റെ സുഖങ്ങൾ അകത്ത് വെച്ചുകൊണ്ട് വാഗ്ദാനം പ്രാപിപ്പാൻ കഴിയില്ല. അതുകൊണ്ട് നാഴിക വന്നു. കണ്ണുകളെ അടച്ചാട്ട് ഉണരുക, ഉണരുക, ഉണരുക. സിയോനേ, നീ ഉണരുക. നിനക്ക് ബലം ഒരുക്കി വച്ചിരിക്കുന്നു. നിനക്ക് വിശേഷ വസ്ത്രം ഒരുക്കി വച്ചിരിക്കുന്നു. അത് ധരിക്കേണ്ടതിന് നീ ഒന്ന് ഉണരുക, നീ ഒന്ന് ഉണരുക.